ഇവിടെ അതിൻ്റെ ഒരു ആകത്തുക മാത്രം, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വേഗത്തിൽ സൂചിപ്പിക്കാനാണ്, ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും ഈ ഒരു സംസാരത്തിലൂടെ തൗഹീദിനെ അതർഹിക്കുന്ന രൂപത്തിൽ തന്നെ നോക്കിക്കാണുവാൻ നാം ഓരോരുത്തർക്കും എളുപ്പം നൽകുമാറാവട്ടെ. നമ്മളാദ്യം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ വിഷയം എന്നുള്ളത്, തൗഹീദിൻ്റെ വിഷയത്തിൽ അതിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മളിവിടെ പറയുന്നത്, നമുക്കറിയാം ഒരു കാര്യത്തിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ പ്രത്യേകതകൾ വിശദീകരിക്കുക എന്നുള്ളത് ആ കാര്യത്തോട് താല്പര്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കേൾക്കുന്ന ആളുകളിൽ, വായിക്കുന്ന ആളുകൾക്ക് അതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ആ കാര്യത്തിൻ്റെ ശ്രേഷ്ഠതകൾ, അതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ, അതുകൊണ്ട് കിട്ടുന്ന അതിൻ്റെ മാത്രം പ്രത്യേകതകൾ അത് വിശദീകരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഇവിടെ തൗഹീദിൻ്റെ ശ്രേഷ്ഠത ഇവിടെ പ്രത്യേകം എടുത്ത് വിശദീകരിക്കാനുള്ള കാരണം, നമ്മൾക്ക് പലർക്കും അറിയുന്നുള്ള ഒരു കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളൊരു അടിസ്ഥാനമാണ്, തൗഹീദിനേക്കാൾ ശ്രേഷ്ഠമായ, തൗഹീദിനേക്കാൾ പ്രത്യേകതകളുള്ള, തൗഹീദിനേക്കാൾ നമുക്ക് മറ്റ് മികവുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യവുമില്ല, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളിൽ പല ആളുകളുടെയും അവസ്ഥ, ഞാനടക്കം, തൗഹീദ് പഠിക്കുന്ന വിഷയത്തിലാണെങ്കിലും, തൗഹീദ് അനുസരിച്ച് അമൽ ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും, തൗഹീദ് ദഅവത്ത് ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും, തൗഹീദിൻ്റെ മാർഗത്തിൽ ക്ഷമ കാണിക്കുന്ന വിഷയത്തിലാണെങ്കിലും ഒക്കെ വളരെയധികം പുറകിലാണ്. വളരെ ഒരു പരിതാപകരമായ അവസ്ഥയാണ് തൗഹീദിൻ്റെ വിഷയത്തിൽ നമുക്കുള്ളത്. സലഫിയത്തിലേക്ക് വന്നിട്ട് എത്രയോ വർഷങ്ങളായിട്ടുണ്ടാവും. പല മസലകളും കേട്ടിട്ടുണ്ടാവും. ഇന്ന പണ്ഡിതൻ മുബ്തദിയാണ്, മറ്റവൻ മജ്റൂഹാണ്, ഈവൻ ജർഹുവത്ത് എഴുതിയിൽ അല്ലെങ്കിൽ ആ മസല കൈ അവിടെ കെട്ടണം, ഇവിടെ കെട്ടണം, ആമീൻ ഉറക്കെ പറയണം, പതുക്കെ പറയണം, ബിസ്മി പതുക്കെ, ഇങ്ങനെ കുറേ മസലകൾ വായിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതൊന്നും മോശമാണെന്നല്ല പറയും, അതൊന്നും തെറ്റാണെന്നല്ല പറയും. പക്ഷേ ഏറ്റവും അഹമ്മു ഫൽ മുഹിം, ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം, ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കാനും ഏറ്റവും കൂടുതൽ പഠിക്കാനും നമ്മളിൽ അതിന് തൗഹീദിന് അത് അർഹിക്കുന്ന സ്ഥാനവും മഹത്വവും കൊടുത്ത ആളുകൾ, അത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകളെ കാണാൻ സാധിക്കും. പറയുമ്പോൾ നമ്മൾ തൗഹീദിൻ്റെ ആളുകളാണ്, തൗഹീദിൻ്റെ വക്താക്കളാണ്, മുവഹിദീങ്ങളാണ്, തൗഹീദിനു വേണ്ടി തൗഹീദി പ്രവർത്തനം, തൗഹീദി പ്രസ്ഥാനം എന്നൊക്കെ പറയെങ്കിലും തൗഹീദിൻ്റെ വിഷയത്തിൽ നമ്മുടെ പ്രവർത്തന മേഖലയിലുള്ള പോരായ്മകൾ അത് വളരെ പ്രകടമാണ്. അത് ഏതൊരാൾക്കും പ്രത്യക്ഷത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്ന കാര്യം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, തൗഹീദിൻ്റെ വിഷയത്തിൽ നിങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ നിങ്ങളുടെ പ്രായമുള്ള ഉപ്പമാരോ അല്ലെങ്കിൽ മൂത്ത ജ്യേഷ്ഠന്മാരോട് ചോദിച്ചു നോക്കുക, എത്രയോ വർഷമായി തൗഹീദി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്ന, വാദിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. അവർക്ക് തൗഹീദിനെ സംബന്ധിച്ച് ആകെ അറിയുന്ന കാര്യം തൗഹീദുൽ ഉലൂഹിയ മാത്രമായിരിക്കും. തൗഹീദുൽ അസ്മാ വ സിഫാത്തിനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ലാത്ത എത്രയോ മുവഹിദീങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. തൗഹീദുൽ അസ്മാ വ സിഫാത്ത് എന്ന് പറയുന്നൊരു മേഖല അതിനെപ്പറ്റി കേട്ടിട്ട് പോലുമില്ല. അങ്ങനൊരു വിഷയത്തെപ്പറ്റി ഒരു അറിവുമില്ലാത്ത, ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിൽ മുവഹിദുകൾക്കിടയിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, തൗഹീദിനെ നമ്മൾ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തിട്ടില്ല. തൗഹീദിനെ നമ്മൾ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. അതിൻ്റെ വില നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊരു ബോധ്യമുള്ളത് കൊണ്ട് ആ ഒരു പരിതാപകരമായ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ, പറ്റുന്ന പോലെ എന്തെങ്കിലും ചെയ്യണ്ടേ, അല്ലാതെ ഈ സമൂഹം ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകും എന്നൊരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു സംസാരിക്കാൻ അതിന് പ്രേരകമായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംസാരം അത് നമുക്കെല്ലാവർക്കും, ഈ പറയുന്ന എനിക്കുൾപ്പെടെ, തൗഹീദിൻ്റെ വിഷയത്തിൽ അതിൻ്റെ പ്രാധാന്യം അത് ശരിക്കും മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുവാനും അങ്ങനെ അത് അർഹിക്കുന്ന രൂപത്തിൽ അതിനെ നമ്മൾക്ക് കൈകാര്യം ചെയ്യുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞു, 100ഓളം പ്രത്യേകതകൾ അദ്ദേഹം ഈ കിതാബിൽ മാത്രം എടുത്തു കൊടുക്കുന്നുണ്ട്.
അതിനും പുറമെ ഒരുപാട് പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ തൗഹീദിൻ്റെ ആയത്തുകളും ഹദീസുകളൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പറയുക എന്നുള്ളതൊരിക്കലും പ്രായോഗികമല്ല, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു മോട്ടിവേഷൻ, തൗഹീദിൻ്റെ വിഷയത്തിൽ കൂടുതൽ പഠിക്കുവാൻ, തൗഹീദിൻ്റെ വിഷയത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ, തൗഹീദിനെ പറ്റി കൂടുതൽ സംസാരിക്കുവാൻ, തൗഹീദിനെ പറ്റി കൂടുതൽ ദഅവത്ത് ചെയ്യുവാൻ, തൗഹീദിൻ്റെ വിഷയത്തിൽ നമ്മുടെ ശരീരവും സമ്പത്തും അധ്വാനവും എല്ലാം ചെലവഴിക്കാൻ, തൗഹീദിന് വേണ്ടി ജീവിച്ച് മരിക്കാൻ ഒരു ഊർജം നൽകാൻ വേണ്ടി ഒരു സംസാരം. അല്ലാഹു പറഞ്ഞില്ലേ, ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നീ ഓർമ്മപ്പെടുത്തൽ ഈമാനുള്ളവർക്ക് ഉപകരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം നമ്മളെല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തൗഹീദില്ലാത്ത ഒരാൾ അയാളിൽ എന്തെല്ലാം നന്മകൾ ഉണ്ടെങ്കിലും അല്ലേ, നമ്മളൊക്കെ ഒരുപാട് ആളുകളെ കാണാറുണ്ട്. നല്ല പെരുമാറ്റമായിരിക്കും, നാട്ടുകാർക്കൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും, ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ മുന്നിലുണ്ടാവും. ചിലപ്പോൾ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ പല കണ്ടുപിടുത്തങ്ങളും നടത്തി മനുഷ്യരാശിക്ക് മുഴുവൻ വലിയ സഹായകരമാവുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളുകളായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കണം, ഒരാൾക്ക് തൗഹീദില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഒരു കാലത്തും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല. തൗഹീദുള്ളവന് മാത്രമേ സ്വർഗത്തിൽ കാലുകുത്താൻ കഴിയുള്ളൂ. ഒരു സെക്കൻഡെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിലും തൗഹീദ് ആവശ്യം. തൗഹീദില്ലാത്തൊരുത്തന് സ്വർഗം ഹറാമാണ്. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ. ആരാണോ അള്ളാഹുവിൽ ശിർക്ക് വയ്ക്കുന്നത്, അള്ളാഹു അവൻ്റെ മേൽ സ്വർഗം ഹറാമാക്കിയിരിക്കും. തൗഹീദില്ലാത്തവൻ ഒരിക്കലും ഒരു കാലത്തും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. എന്നുവെച്ചാൽ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ, ഒരാൾക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ, അവൻ്റെ തൗഹീദ് കുറ്റമറ്റതാണെങ്കിൽ, അവനിൽ വേറെന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഏതെങ്കിലും ഒരു സമയത്ത്, എത്രയെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ്, കോടാനുകൂടി വർഷങ്ങൾ നരകശിക്ഷ കഴിഞ്ഞ് അത് അനുഭവിച്ച് കഴിഞ്ഞാൽ പോലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നൊരു സമയം അവന് വരും. അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കും. കള്ളുകുടിക്കലും വ്യഭിചരിക്കലും പലിശയും മറ്റെല്ലാ വൃത്തികളും തോന്നിയാസങ്ങളും ചെയ്തൊരാൾ, അയാൾ മുവഹീദാണ്. അവൻ്റെ തൗഹീദിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അവൻ്റെ ജീവിതത്തിൽ തരി പോലും ശിർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവൻ റബ്ബിൻ്റെ മശീഅത്തിന് കീഴിലാണ്. ചിലപ്പോൾ റബ്ബ് എന്ത് ചെയ്തേക്കും, അവൻ്റെ ആ തെറ്റുകൾ ഉടനെ തന്നെ ആദ്യം തന്നെ പുറത്തു കൊടുക്കും അവൻ്റെ തൗഹീദ് കാരണത്താൽ. ചിലപ്പോൾ അവനെ ശിക്ഷിച്ചേക്കും. ഇനി ശിക്ഷിച്ചാൽ തന്നെയും അവൻ കാലാകാലം നരകത്തിൽ കടക്കൂല. അവൻ ഇന്നല്ലെങ്കിൽ നാളെ നരകത്തിന് പുറത്ത് കടന്നിരിക്കും. എന്ന് വെച്ചാൽ തൗഹീദുള്ളവൻ നരകത്തിൽ ശാശ്വതനാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നതായ ഹദീസുകളിൽ കാണാം. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഓരോരോ അളവുകളെ പറയാം. ആദ്യം പറയുന്നത്, ഒരു വലിയൊരളവ് ഈമാനുള്ള തൗഹീദിൻ്റെ അംശമുള്ള ആളുകളെ മുഹമ്മദേ നീ പോയി നോക്കുക, എന്നിട്ട് അവരുടെ വിഷയത്തിൽ നീ എന്നോട് ശുപാർശ പറയുക, ഞാൻ അവരെന്ത് ചെയ്തോളാം, നരകത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചോളാം. പിന്നെ പറയും അതിനേക്കാൾ ചെറിയൊരളവ്. അവസാനം പറഞ്ഞ് ഏറ്റവും അവസാനം പറയും മിസ്ഖാലു ദർറ, ഒരു ഉറുമ്പിനെ തൂക്കുമ്പോൾ കിട്ടുന്ന ആ ഒരളവെങ്കിലും ഹൃദയത്തിൽ തൗഹീദുള്ള ആളുകൾ നരകത്തിൽ നീ കാണുന്നുണ്ടെങ്കിൽ മുഹമ്മദേ നീ അവരുടെ വിഷയത്തിൽ എന്നോട് ശുപാർശ പറഞ്ഞോ, ഞാൻ ആ ശുപാർശ സ്വീകരിക്കാം, അവരെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. ഇവിടെ എഴുത്ത് കിട്ടിയിട്ടുണ്ട്, സ്ത്രീകളുടെ ഭാഗത്ത് ക്ലാസ് ശ്രദ്ധിക്കാതെ സംസാരവും ബഹളമൊക്കെ നടക്കുന്നുണ്ട്, ശ്രദ്ധിക്കാം. കുട്ടികൾ നമ്മുടെ കൂടെ വരണം. കുടുംബമായിട്ട് വരുമ്പോൾ കുട്ടികളുണ്ടാവും, മറ്റു പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവരൊക്കെ മിക്കവരും സ്ത്രീകളുടെ ഭാഗത്തായിരിക്കും. നമുക്ക് ഒറ്റയടിക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ലെങ്കിലും പരമാവധി മാക്സിമം പറ്റുന്നത് പോലെ ശ്രദ്ധിക്കാൻ പരിശ്രമിക്കുന്നത് നന്നാവും.
ഒന്നാമത്തെ കാര്യം അതാണ്, തൗഹീദ് ഇല്ലാത്തവന് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. തൗഹീദ് ഉള്ളവനാണെങ്കിൽ അവൻ എപ്പോഴെങ്കിലും നരകത്തിന് പുറത്തേക്ക് എത്തി സ്വർഗത്തിലേക്ക് എത്തിയിരിക്കും. ഒന്നാമത്തെ പ്രത്യേകത തൗഹീദിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുന്ന, ധാരാളം തിന്മകൾ ചെയ്യുന്ന ആളുകളാണ് നാം ഓരോരുത്തരും, ഞാനും നിങ്ങളൊക്കെ. ആരും അതൊന്നും ഒഴിവല്ല. കുല്ലു ബനി ആദമ ഖത്താ. ആദമിൻ്റെ എല്ലാ മക്കളും അങ്ങേയറ്റം തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ഹദീസ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഈ തെറ്റുകളെപ്പറ്റി നമുക്ക് എപ്പോഴും ബേജാറുണ്ട്, ടെൻഷനുണ്ട്, വിഷമമുണ്ട്, പ്രയാസമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തെറ്റുകൾ പുറത്തു കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ഒരടിമയ്ക്ക് തൗഹീദ് കൊണ്ട് അവൻ്റെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്നത് പോലെ മറ്റൊരു കാര്യം കൊണ്ടും അവൻ്റെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുകയില്ല. ഒരടിമയ്ക്ക് അവൻ്റെ തൗഹീദ് കൊണ്ട് തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്നത് പോലെ മറ്റൊരു കാര്യം കൊണ്ടും അവൻ്റെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുകയില്ല. ഇത് കേട്ടിട്ടുണ്ടാകും, ഹദീസുൽ ബിതാഖ എന്ന പേരുള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. ഒരാളെപ്പറ്റി, അയാളുടെ ജീവിതം മുഴുവനും തിന്മകളിലായിരുന്നു. ഷിർക്കും കുഫറും മറ്റെല്ലാ വൃത്തികേടുകളും തെമ്മാടിത്തരങ്ങളുമായി ജീവിച്ച ഒരാൾ. അയാളുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അയാൾ തൗഹീദ് മനസ്സിലാക്കുകയും ഹക്ക് തിരിച്ചറിയുകയും അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും വളരെ താമസിയാതെ, അധികം താമസിയാതെ അയാൾ പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്യും. ഇയാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കൽ ഹാജരാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവൻ ചെയ്ത എല്ലാ അമലുകളും, ആ പ്രവർത്തനത്തിൻ്റെ ഏടുകൾ ഇവൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കും, കാണിച്ചു കൊടുക്കും. അങ്ങനെ ഈ ഏടുകൾ കണ്ടിട്ട് ഇവനാകെ വെപ്രാളപ്പെട്ട് ബേജാറായി, ഇനി ഞാൻ നരകത്തിലേക്ക് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് അവൻ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയോട് ചോദിക്കും, ഈ ഏടുകൾ തിന്മകളുടെ ഭാഗത്ത് വെക്കുമ്പോൾ നന്മകളുടെ ഭാഗത്ത് പകരം വെക്കാൻ നീ ചെയ്ത എന്തെങ്കിലും നന്മകൾ നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പം ഇല്ല റബ്ബേ, ഞാനൊരു നന്മയും ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. അയാൾ വെപ്രാളത്തിലാണ്, ബേജാറിലാണ്. വീണ്ടും ചോദിക്കും, വീണ്ടും അങ്ങനെ തന്നെ പറയും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് അങ്ങോട്ട് പറയും, ഇന്ന് ഒരാളും ദുൽമ ചെയ്യപ്പെടുകയില്ല. ഇന്നത്തെ ദിവസം ഒരാളും ഒരു അണുമണി തൂക്ക് പോലും ദുൽമ ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ അവസാനം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊരു ഏടിൽ എഴുതിയാൽ ഇത്ര പോലും വരൂല, ഇത്ര പോലും ഉണ്ടാവില്ല. ഇവന്റെ ജീവിതം ആകുന്ന ആ റെക്കോർഡ്, ആ ഏടുകൾ മുഴുവൻ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്നുണ്ട്. ആ ഏടുകൾ മുഴുവൻ ഇവന്റെ തിന്മകളുടെ ഭാഗത്ത് മീസാനിൽ വെക്കും. ഇവൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കാർഡ് നന്മകളുടെ ഭാഗത്തും വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാൾ കനം തൂങ്ങുന്ന മറ്റൊരു കാര്യവും മീസാനിൽ ഉണ്ടാവുകയും അവൻ്റെ മീസാന്റെ ഭാഗം, നന്മയുടെ ഭാഗം കനം തൂങ്ങുകയും അവൻ അള്ളാഹുവിന് പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാൻ തൗഹീദിനേക്കാൾ മികച്ച വേറൊരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കുക നമ്മുടെ തൗഹീദാണ്. തൗഹീദിനേക്കാൾ നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്ന മറ്റൊരു കാര്യവും റബ്ബ് നിശ്ചയിച്ചിട്ടില്ല. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണെന്ത്, നമുക്ക് നമ്മുടെ ദറജകൾ, അല്ലേ, നമുക്ക് നരകത്തിന് രക്ഷപ്പെട്ടാൽ മാത്രം പോരല്ല, സ്വർഗത്തിൽ പ്രവേശിക്കണം. സ്വർഗത്തിൽ എവിടെയെങ്കിലും ഏറ്റവും താഴെ മൂലക്കിൽ പ്രവേശിച്ചാൽ മതിയോ? പോരാ, നമുക്ക് ഏറ്റവും മുകളിലെത്തണം. ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്ന കൽപ്പന, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കണം? ഫിർദൗസ് ചോദിക്കണം. അത് ചില റിവായത്തുകൾ കാണാം, അത് പണ്ഡിതന്മാർ ആ റിവായത്ത് സ്വഹീഹാണോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും ഉലമാക്കൾ അതിൻ്റെ ആശയം മനസ്സിലാകാൻ വേണ്ടി വിശദീകരണത്തിന് പറയാറുള്ളൊരു റിവായത്താണ്. അതായത് ഒരു സ്വഹാബി, ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നൊരു സ്വഹാബി, അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം ഈ ഹദീസിൻ്റെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. അയാൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അള്ളാഹുവേ, എന്നെ നീ സ്വർഗത്തിൽ ഏറ്റവും താഴെ, ഏറ്റവും കോർണറിൽ എങ്കിലും നീ എന്നെ പ്രവേശിപ്പിക്കണമേ എന്ന സ്വഹാബി പ്രാർത്ഥിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഏറ്റവും താഴെ, ഏറ്റവും മൂലയ്ക്ക് എത്താനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഏറ്റവും മുകളിൽ, ഏറ്റവും നടുവിലെത്താനാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് പറയണം, ഫഇന്നഹു അഅലൽ ജന്ന, ഫിർദൗസ് എന്നുള്ളത്
സ്വർഗത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ്. വഔസത്തുൽ ജന്ന, സ്വർഗത്തിൻ്റെ ഏറ്റവും നടുഭാഗം, മധ്യഭാഗം. വമിൻഹു തുഫജ്ജറു അൻഹാറുൽ ജന്ന, അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ പൊട്ടി ഒഴുകാൻ അതിൻ്റെ ഉറവിടം, ആരംഭം അവിടെ നിന്നാണ്, അതിൻ്റെ സോഴ്സ് അവിടെയാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചില എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ നിഅമത്തുകളും, എല്ലാ ആസ്വാദനങ്ങളും അതിൻ്റെ സെൻറ്റർ പോയിന്റാണ്, അതിൻ്റെ ഉത്ഭവസ്ഥാനമാണ് ഫിർദൗസ്. അത് ചോദിക്കാൻ നമ്മളോട് കൽപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ്? നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും, കഴിയും. ഇമ്പോസിബിൾ അല്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് സാധിക്കുന്ന കാര്യം. പക്ഷേ എല്ലാവർക്കും കഴിയൂല, എല്ലാവർക്കും കഴിയൂല. പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. പ്രാർത്ഥനയോടൊപ്പം പരിശ്രമം വേണം, പ്രാർത്ഥനയോടൊപ്പം ചോദ്യത്തോടൊപ്പം അതിനുള്ള ക്വാളിറ്റിയും വേണം. നമ്മുടെ പ്രവർത്തനങ്ങൾ, വിശ്വാസവും പ്രവർത്തനങ്ങളും അതിനോളം പോകുന്ന ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നൊരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദിൽ കൊടുക്കുന്നൊരു ബാബുണ്ട്. എന്താണ്? ബാബു മൻ ഹഖഖ തൗഹീദ ദഖല ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദ. ആരാണോ തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്നത്, പൂർത്തീകരിക്കുന്നത്, അത് പെർഫെക്റ്റ് ആക്കുന്നത്, അവൻ വിചാരണയും ശിക്ഷയുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അവർക്ക് വിചാരണയില്ല, ശിക്ഷയില്ല, നേരെ ഡയറക്റ്റായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ. അതെങ്ങനെ ലഭിക്കുന്നതാണ്? തൗഹീദ് കൃത്യമാക്കുന്നതുകൊണ്ടാണ്, തൗഹീദ് പൂർത്തീകരിക്കുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെ തൗഹീദ് പൂർത്തീകരിക്കാം? നിങ്ങൾ ശ്രദ്ധിക്കണം, കിതാബ് തൗഹീദ് എന്നുള്ള ഗ്രന്ഥം എഴുതിയത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. നമ്മളെങ്ങനെ തൗഹീദ് പൂർത്തീകരിക്കണം? അത് വിശ്വാസത്തിൽ വരുന്ന ചില പാളിച്ചകളുണ്ട്, സംസാരത്തിൽ വരുന്ന പാളിച്ചകളുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ വരുന്ന പാളിച്ചകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി, അതൊക്കെ ശ്രദ്ധിച്ച് വിശ്വാസം ശരിയാക്കി, പ്രവർത്തനങ്ങൾ ശരിയാക്കി, സംസാരങ്ങൾ ശരിയാക്കി, അങ്ങനെ അതിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് തൗഹീദ് പൂർണ്ണമാക്കാൻ കഴിയുക. പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ എത്ര പേര് കിതാബ് തൗഹീദ് പഠിച്ചവരുണ്ട്? ഒരു വട്ടമെങ്കിലും, ഒരു ആവർത്തിയെങ്കിലും. പലരുടെയും രീതി എന്നുള്ളത്, ഇന്നൊരു ഉസ്താദ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കിതാബ് തൗഹീദ്, അറബിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ കേട്ട് തുടങ്ങും. എന്നിട്ട് ഫസ്റ്റത്തെ 2-3 ബാബുകൾ കഴിഞ്ഞാൽ സ്റ്റോപ്പാവും. പിന്നെ അടുത്തൊരാൾ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? പുതിയൊരു കിതാബ് തൗഹീദിൻ്റെ ദർസ് തുടങ്ങിയിട്ടുണ്ട്, അതും കേട്ട് തുടങ്ങും. 2-3 ബാബത്തും വീണ്ടും സ്റ്റോപ്പ്. അങ്ങനെ കിതാബ് തൗഹീദിൻ്റെ തുമ്പും വാലും മാത്രം കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ആവർത്തി കേട്ട് പഠിച്ചാലും നമ്മുടെ തൗഹീദ് ഒരിക്കലും തഹ്ഖീഖിലേക്ക് എത്തൂല, നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയൂല. തൗഹീദ് പൂർത്തീകരിക്കണമെങ്കിൽ കിതാബ് തൗഹീദ് തന്നെ വേണം, നിർബന്ധമില്ല. അതിലതേ ആശയം അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും കിതാബുകൾ അത് ആദ്യം മുതൽ അവസാനം വരെ പഠിക്കണം, ആദ്യം മുതൽ അവസാനം വരെ പഠിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല തൗഹീദിൻ്റെ അത് പ്രാക്ടിക്കലാക്കുന്ന മേഖലകൾ ധാരാളം കടന്നു വരുന്നുണ്ട്. നമ്മുടെ ചില സംസാരങ്ങൾ തൗഹീദിനെതിരാണ്, നമ്മുടെ ചില സംസാരങ്ങൾ തൗഹീദിനെതിരാകുന്നുണ്ട്, നമ്മുടെ ചില പ്രവർത്തനങ്ങൾ തൗഹീദിനെതിരാകുന്നുണ്ട്, നമ്മുടെ ചില വിശ്വാസങ്ങൾ തൗഹീദിനെതിരാകുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായി ധാരണ വേണമെങ്കിൽ പഠിക്കാതെ പറ്റൂല, പഠിക്കാതെ കഴിയൂല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. നിങ്ങൾക്ക് നരകത്തിൽ കടക്കാതെ, വിചാരണ നേരിടാതെ നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളത്. ആദ്യം ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളത്. നിങ്ങൾ കിതാബ് തൗഹീദ് പോലത്തെ ഒരു കിതാബ് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ അതേ ആ കണ്ടന്റ് അടങ്ങുന്ന വേറെ ഏതെങ്കിലും ഒരു കിതാബ് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയൂല, ഒരിക്കലും കഴിയൂല. ഇത്രയും കേട്ടാലും പിന്നെയും പഠിക്കൂല. എന്നാലും പറയാം, ഞാൻ വാഹിദാണ്, തൗഹീദിന്റെ വക്താവാണെന്ന് പറയും. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പഠനത്തിന്റെ വിഷയം. ഏറ്റവും ഒന്നാമത് പഠിച്ചു കഴിഞ്ഞിട്ട് പോലും പ്രാവർത്തികമാക്കാൻ പറ്റാത്തത്ര ആളുകളുണ്ട്. നമ്മൾ പഠിച്ചിട്ട് പോലുമില്ല. വളരെ പേടിക്കേണ്ട വിഷയമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ പഠിച്ച് നമ്മുടെ തൗഹീദ് കുറ്റമറ്റതാക്കുമ്പോൾ മാത്രമാണ്
നമുക്ക് വിചാരണയും ശിക്ഷയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. അതേറ്റവും ഉയർന്ന പദവികളുള്ള ആളുകൾക്കുള്ളതാണ്. അപ്പം ആ പദവി നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക തൗഹീദ് കൊണ്ടാണ്. ഒരുപാട് പേരുടെ കടന്നു വന്നപ്പോഴുള്ള മുഖമല്ല ഇപ്പോൾ ഉള്ളത്. പലരും വിനയാനിതരായി, തല താഴ്ന്നു പോയി, കഴുത്തൊക്കെ ഒടിഞ്ഞു പോകുന്നുണ്ട്. അത്രയൊന്നും വിനയം കാണിക്കണ്ട. വിനയം അല്ലെങ്കിൽ മുഖം കഴുകിയിട്ട് വരാം. അപ്പോൾ ശ്രദ്ധിക്കുക, പഠിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. പഠിക്കാതെ, അമല് ചെയ്യാതെ, മറ്റുള്ളവർക്കത് ദഅവത്ത് ചെയ്യാതെ നമുക്കൊരിക്കലും തൗഹീദ് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. അതേപോലെ തൗഹീദിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് നിങ്ങൾക്കറിയോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകട്ടെ, അതിനു മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ റസൂലുമാരും നബിമാരും, 1.25 ലക്ഷത്തോളം റസൂലുമാർ നബിമാർ കടന്നു വന്നിട്ടുണ്ട് എന്ന് ചില ഹദീസിൻ്റെ റിവായത്തുകൾ കാണാം. ഇത്രയധികം നബിമാർ വിവിധ കാലഘട്ടങ്ങളിൽ, വിവിധ നാടുകളിൽ, വിവിധ ഭാഷകളിൽ, വിവിധ ഗോത്രങ്ങളിൽ, അവരിലേക്കൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരെ അയക്കുമ്പോൾ, ആ റസൂലുമാരെ ആ നാട്ടുകാർക്ക് ദഅവത്ത് ചെയ്യാൻ കൽപ്പിക്കുമ്പോൾ എല്ലാവരോടും കോമണായി പറഞ്ഞ, എല്ലാവരോടും ആദ്യം പറയാൻ പറഞ്ഞ, എല്ലാവരോടും ഒന്നാമത് കൽപ്പിച്ച കൽപ്പന തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്യാൻ. ഒന്നാമത്തെ കൽപ്പന. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ദഅവത്ത് തുടങ്ങുന്നത്, മറ്റുള്ള നബിമാർ അവരുടെ ദഅവത്ത് തുടങ്ങുന്നത് തൗഹീദ് കൊണ്ടാണ്. നിങ്ങളത് പറയുമ്പോൾ ശരിക്കും ചിന്തിക്കണം, ആലോചിക്കണം. ആ നാട്ടിൽ എല്ലാ വൃത്തികേടുകളുണ്ട്. ലൂത്ത് നബിയുടെ സമൂഹത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. സ്വവർഗരതി, ഹോമോസെക്ഷുവാലിറ്റി വളരെയധികം വ്യാപിച്ചിട്ടുള്ളൊരു സമൂഹമായിരുന്നു. ആ സമൂഹത്തിൽ ആദ്യം പോയിട്ട് ഹോമോസെക്ഷുവാലിറ്റിനെ അല്ല എതിർക്കുന്നത്, ആദ്യം എതിർക്കുന്നത് ശിർക്കിനാണ്. ആദ്യം പറയുന്നത് തൗഹീദാണ്. മറ്റൊരുപാട് നാടുകൾ, മറ്റൊരുപാട് വൃത്തികേടുകളും ഹറാമുകളും നടക്കുന്നുണ്ട്. മദ്യപാനം നടക്കുന്ന നാടുകൾ, വ്യഭിചാരം കൊടികുത്തി വാഴുന്ന നാടുകൾ, പലിശ വ്യാപിച്ചിട്ടുള്ള നാടുകൾ, എല്ലാ വൃത്തികേടുകളും, സകലമാന വൃത്തികേടുകളും നടമാടിക്കൊണ്ടിരിക്കുന്ന നാടുകളിൽ പോയിട്ട് ആദ്യം പറയുന്നത് നിങ്ങൾ കള്ളു കുടിക്കരുതേ എന്നല്ല, വ്യഭിചരിക്കരുതേ എന്നല്ല, മോഷ്ടിക്കരുതേ എന്നല്ല. ആദ്യം പറയുന്നത് നമ്മുടെ റസൂൽ പറഞ്ഞെന്താ? ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലെന്ന് പറയും, നിങ്ങൾ ലാ ഇലാഹ ഇല്ലെന്ന് പറയും, നിങ്ങൾക്ക് വിജയിക്കാം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലയുടെ ആളുകളാവൂ, നിങ്ങൾക്ക് വിജയിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ഞങ്ങളുടെ അടുക്കലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ട് ആദ്യം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹയായിരുന്നു, ഈമാന്റെ വിഷയങ്ങളായിരുന്നു. ഞങ്ങളത് ഉൾക്കൊണ്ടു, ഞങ്ങളത് അംഗീകരിച്ചു, ഞങ്ങളത് മനസ്സാൽ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് എന്ത് ചെയ്യണം? പല കൽപ്പനകൾ കൽപ്പിക്കുക. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, അത് ഹറാമാണ്, ഇത് വാജിബാണ്. ഇത് ഞങ്ങൾക്ക് ഈമാൻ വന്നതിന് ശേഷം കൽപ്പിച്ചതുകൊണ്ട് ഞങ്ങളത് എന്ത് ചെയ്തു? ഞങ്ങളതിൽ അനുസരിച്ചു, ഞങ്ങളത് പിൻപറ്റി. അതല്ലാതെ വ്യഭിചരിച്ച് നടക്കുന്ന ഒരു സമൂഹത്തിനോട് ആദ്യം പോയി നിങ്ങൾ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വ്യഭിചാരം നിർത്തുമായിരുന്നില്ല, മറ്റു വൃത്തികേടുകൾ ഒഴിവാക്കുമായിരുന്നില്ല. എന്നുവെച്ചാൽ എല്ലാ ഖൈറിൻ്റെയും അടിസ്ഥാനം, എല്ലാ നന്മകളുടെയും അടിസ്ഥാനം തൗഹീദാണ്. എല്ലാ നന്മകളുടെ അടിസ്ഥാനം തൗഹീദാണ്. തൗഹീദ് കൊണ്ടല്ല, തൗഹീദ് എന്ന അടിത്തറ ഫൗണ്ടേഷനിലൂടെ അല്ലാതെ മറ്റൊരു നന്മകളും മറ്റൊരു മഹിമകളും നമുക്ക് പടുത്തുയർത്താൻ കഴിയില്ല. ഒന്നാമത്തെ അടിസ്ഥാനം തൗഹീദാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റുള്ള നബിമാരുമൊക്കെ ആദ്യം അതിലേക്ക് ക്ഷണിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഒരാൾ ഷിർക്ക് ചെയ്യുന്ന ഒരാൾ, അള്ളാഹു അല്ലാത്തവരോട് അവർക്ക് ഇബാദത്തുകൾ നൽകുന്ന ഒരാൾ, അയാളെ നമ്മൾ നിസ്കാരത്തിനോട് ക്ഷണിക്കുകയാണെന്ന് വിചാരിക്കും. എന്ന് പല ആളുകളും ചെയ്യുന്നുണ്ട്. വഴി കൂടെ പോകുന്ന ഏതെങ്കിലും മുശ്രിക്കിനെ പിടിച്ചിട്ട്, ഷിർക്ക് ചെയ്യുന്ന ആളെ പിടിച്ചിട്ട് നമ്മൾ നിസ്കരിക്കണം, പള്ളിയിൽ പോകാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അയാളെ കൈ പിടിച്ച് നിസ്കരിക്കാൻ കൊണ്ടു. അവൻ ഷിർക്ക് ചെയ്യുന്ന, അവൻ്റെ കഴുത്തിൽ ഏലസ് ഉണ്ടാവും, കയ്യിൽ ഏലസ് ഉണ്ടാവും, കാലിൽ ഏലസ് ഉണ്ടാവും, അരയിൽ ഏലസ് ഉണ്ടാവും. അവനോട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ ഏലസിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കൂല, ഇത് ഷിർക്കാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൂല, തൗഹീദ് പറഞ്ഞു കൊടുക്കൂല. നിസ്കരിപ്പിക്കും, 5 നേരം നിസ്കാരം കേട്ടോ, സുബഹി നിസ്കരിക്കണം, സുബഹി കൃത്യമായി എഴുന്നേക്കണം,
ളുഹർ നിസ്കരിക്കണം, അസർ നിസ്കരിക്കണം, നിസ്കാരം പറഞ്ഞു കൊടുക്കും, നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ന് ചിന്തിച്ചു നോക്കിയേ, തൗഹീദില്ലാത്ത ഒരാൾ നിസ്കരിച്ചതുണ്ട് എന്താ കാര്യം? തൗഹീദില്ലാത്ത ഒരുവൻ അവൻ കൃത്യമായി 5 നേരം നിസ്കരിച്ചു എന്ന് വിചാരിക്കുക. വർഷക്കണക്കിന് അവൻ മരിക്കുന്നത് വരേക്കും 5 വക്ത് മുടങ്ങാതെ പള്ളിയിൽ ചെന്ന് ജമാഅത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി അവൻ നിസ്കരിച്ചു എന്ന് വിചാരിക്കുക. അവന്റെ നിസ്കാരം അവൻ എന്തുപകാരമാണ് ചെയ്യാൻ പോകുന്നത്? അവന്റെ നിസ്കാരം അവൻ എന്തുപകാരമാണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ശ്രദ്ധിക്കണം, തൗഹീദ് ഉള്ള ഒരാളുടെ പ്രവർത്തനങ്ങൾ മറ്റൊരു പ്രത്യേകതയാണ് തൗഹീദിന്റെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രം. നമ്മുടെ ഏതൊരു പ്രവർത്തനവും തൗഹീദ് ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടൂല. ഏതൊരു പ്രവർത്തനവും തൗഹീദ് ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. തൗഹീദില്ലാത്ത ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളുമായി ഖിയാമത്ത് നാൾ കടന്നു വരും. അവരൊരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കാണുന്നില്ലേ ഷിർക്ക് ചെയ്യുന്ന ആളുകളെ, കുഫറിന്റെ ആളുകളെ? അവരുടെ മില്ലത്തുകൾ പലതാണെങ്കിലും ആ വിഭാഗങ്ങളിലൊക്കെയും അങ്ങേയറ്റം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന, റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലെ? എത്രയോ കിലോമീറ്ററുകൾ നടന്ന് തീർത്ഥാടനം നടത്തുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ, ശരീരത്തിന് മുറിവേൽപ്പിക്കുന്ന ആളുകൾ, പല ഭാഗങ്ങളും മുറിച്ചു കളയുന്ന ആളുകൾ, പലതരത്തിലുള്ള ആളുകൾ, പല രൂപത്തിൽ പ്രയത്നിക്കുന്ന ആളുകൾ. അത്തരത്തിലുള്ള ആളുകളുടെ പ്രയത്നങ്ങളൊക്കെയും അത് വൃഥാവിലായിത്തീരും, വെറുതെ ആയിത്തീരും. അതൊന്നും അവർക്ക് ഉപകരിക്കാതെ വരും. അള്ളാഹ് പറയണ, ഈ ആളുകൾ അവർ ചെയ്ത അമലുകളുമായി ഖിയാമത്ത് നാൾ കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ അള്ളാഹ് പറയണം, ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. ഈ പ്രവർത്തനങ്ങളിലേക്ക് നാം തിരിയുകയും ആ അമലുകളെ ചിതറിത്തെറിക്കുന്ന ധൂളികൾ പോലെ നാം ആക്കി തീർക്കുകയും ചെയ്യും എന്ന് അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചു. എന്നാൽ തൗഹീദുള്ള ഒരാളുടെ അമലിന്റെ അവസ്ഥ എന്താണ്? ശ്രദ്ധിക്കണേ, തൗഹീദുള്ള ഒരാളുടെ അമലിന്റെ അവസ്ഥ എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാൾ തൗഹീദ് സ്വീകരിച്ച് അവന്റെ ഈമാൻ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും ചുരുങ്ങിയത്, ഏറ്റവും മിനിമം 10 ഇരട്ടി പ്രതിഫലം. ഏറ്റവും മിനിമം, മാക്സിമം അല്ല. അതെന്ത് ചെയ്യും? ചിലപ്പോൾ അവന്റെ പ്രവർത്തനങ്ങളിലുള്ള ഓരോ പ്രത്യേകതകൾ, ചിലപ്പോൾ ഇഖ്ലാസ് വർദ്ധിച്ചതുകൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ പഠിച്ച് പ്രവർത്തിച്ചതുകൊണ്ടോ മറ്റു പല കാരണത്താൽ ആ 10 ഇരട്ടി എന്നുള്ളത് കൂടിക്കൂടി 700 ഇരട്ടി വരെ ആകും. ചില പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു കണക്ക് നോക്കുക പോലുമില്ല. 700 ഇരട്ടി ഒന്നും നോക്കൂല, കണക്കില്ലാതെ കൊടുക്കും. ഇത്രയും ഇരട്ടിക്ക് ഇരട്ടിയായി പ്രതിഫലങ്ങൾ നൽകപ്പെടുക ആർക്ക് മാത്രമാണ്? തൗഹീദുള്ള ആൾക്ക് മാത്രം. തൗഹീദുള്ള ആൾക്ക് മാത്രമാണ്. ഒരാളുടെ തൗഹീദ് എത്രത്തോളം കുറ്റമറ്റതാകുന്നു അത്രത്തോളം അവന് കിട്ടുന്ന പ്രതിഫലം ഓരോ അമലിനും കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത്, വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. ഉലമാക്കൾ ബിദ്അത്തുകാരുടെ പ്രയത്നങ്ങളെ സംബന്ധിച്ചും അവരുടെ ഇബാദത്തുകളെ സംബന്ധിച്ചും അവർ ദീനു വേണ്ടി ചെയ്ത ഖിദ്മത്തുകളെ സംബന്ധിച്ചും സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കുന്ന വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വാക്കുണ്ട്. എന്താണ് അവർ പറയുന്ന വാക്ക്? ശ്രദ്ധിക്കണം. അഹ്ലുസുന്ന ഇൻ ഖഅദത് ബിഹിം അഅമാലുഹും ഖാമത് ബിഹിം അഖായിദുഹും. ശരിയായ തൗഹീദുള്ള, ശരിയായ ആദർശമുള്ള ആളുകൾ, അവർ ബിദ്അത്തിന്റെ ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ അമലുകൾ അവരെ ദറജകൾ താഴ്ത്തിക്കളയുന്ന രൂപത്തിലാണെങ്കിൽ പോലും ഖാമത് ബിഹിം അഖായിദുഹും, അവരെ അവരുടെ ശരിയായ വിശ്വാസം ഏറ്റവും വലിയ ദർജകളിലേക്ക് എത്തിക്കും. അവരേറ്റവും വലിയ ദർജകളിലേക്ക് എത്തിക്കും. അതേപോലെ നേരെ തിരിച്ചും വാഹുലുൽ ബിദ്അഇ ഇൻ ഖാമത് ബിഹിം അഅമാലുഹും ഖഅദത് ബിഹിം അഖായിദുഹും. ബിദ്അത്തിന്റെ ആളുകൾ ധാരാളം അമലുകൾ ചെയ്ത് വലിയ ദർജയിലേക്ക് എത്തേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ വിശ്വാസത്തിലെ വ്യതിയാനങ്ങൾ അവരുടെ ദർജകൾ താഴ്ത്തിക്കളയും.
പല ആളുകളും പല ബിദഅത്തിന്റെ ആളുകൾ കണ്ടിട്ടും ആശ്ചര്യപ്പെടാറുണ്ട്. ഇത്ര കാലമായിട്ട് ഇത്രയൊക്കെ ഇബാദത്തുകൾ, പള്ളിയിൽ തന്നെ എത്രയോ ഹത്തം തീർത്തു, ഒരു ദിവസം ഇത്ര ദിക്കറുകൾ ചൊല്ലും, ഇത്ര സ്വലാത്ത് ചൊല്ലും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും. ഇതൊന്നും കണ്ട് തെറ്റിദ്ധരിക്കണ്ട, ഇതൊന്നും കണ്ട് അത്ഭുതപ്പെടേണ്ടതില്ല. അമലുകൾ എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ദീനുൽ ഇസ്ലാമിൽ അമലുകൾ അത് ശരിയായ വിശ്വാസത്തിന്റെ അടിത്തറയിൽ ഊന്നിക്കൊണ്ടുള്ളതല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ശ്രദ്ധിക്കണം. ശരിയായ വിശ്വാസത്തിന്റെ അടിത്തറയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കുറേ വലുതാണ്, മികച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് റബ്ബിന്റെ അടുക്കൽ വലിയ ഉപകാരം ഉണ്ടാക്കൂല. അത് ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മൾ ധാരാളം പ്രവർത്തിക്കണം, ധാരാളം അമലുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം ശരിയായ വിശ്വാസത്തിനാണ്. ശരിയായ വിശ്വാസത്തിനാണ്. ഒരാളുടെ വിശ്വാസം കറകളഞ്ഞ വിശ്വാസമാണ്. ശരിയായ തൗഹീദാണെങ്കിൽ അവന്റെ അമലുകൾ കുറവാണെങ്കിലും അവന് വലിയ ദർജകളിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ നേരെ തിരിച്ചാണെങ്കിൽ ഒരാളുടെ വിശ്വാസത്തിൽ പല കലർപ്പുകളുണ്ട്, തൗഹീദ് ശരിയായിട്ടില്ല, അവൻ കുറേ അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊരിക്കലും ഇയാളെത്തുന്നത്രയും വലിയ ദർജയിലേക്ക് എത്താൻ സാധിക്കൂല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് തൗഹീദിന്റെ വിഷയം. അതേപോലെ തന്നെ തൗഹീദിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൂറത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആയത്തുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് അതിൻ്റെ പിന്നിലുള്ള യുക്തി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള തൗഹീദിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട്. എത്രത്തോളം ഉലമാക്കൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പോലുള്ള പല ഉലമാക്കളും പറയാറുണ്ട്, ഖുർആനിലെ ഓരോ ആയത്തുകളും തൗഹീദിനുള്ള തെളിവാണ്. ഖുർആനിലെ ഓരോ ആയത്തുകളും തൗഹീദിനുള്ള തെളിവാണ്. അത് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അതിൽ ഒരു അതിശയോക്തി തോന്നിയേക്കാം, എല്ലാ ആയത്തിലും അവിടെ തൗഹീദുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇപ്പോൾ സിദ്ദീഖ് ഹസൻ ഖാൻ റഹിമഹുള്ള ഇന്ത്യയിൽ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് അദ്ദീനുൽ ഖാലിസ് എന്ന പേരിലൊരു ഗ്രന്ഥമുണ്ട്. അദ്ദീനുൽ ഖാലിസ് എന്ന പേരിലൊരു ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ചു നോക്കുക, വെറുതെ ഒന്ന്. അതിൽ ഓരോരോ നമ്മൾ ദിവസവും വായിക്കുന്ന ഓരോരോ ആയത്തുകൾ, സൂറത്തുൽ ഫാത്തിഹ മുതൽ തുടങ്ങി ഓരോ ആയത്തിലും അടങ്ങിയിട്ടുള്ള തൗഹീദിന്റെ അധ്യാപനങ്ങൾ, തൗഹീദിന്റെ കൽപ്പനകൾ, തൗഹീദിന്റെ വിധിവിലക്കുകൾ ഓരോ ആയത്തിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നത് വിശദീകരിച്ചു തരുന്നതായി കാണാൻ സാധിക്കും ആ കിതാബ്. എന്ന് വെച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചത് തൗഹീദിന് വേണ്ടിയിട്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചത് തൗഹീദിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമ്മളുടെ അടുക്കലേക്ക് ചോദ്യം ചെയ്യാൻ കടന്നു വരുന്ന മലക്കുകൾ, മുൻകർ എന്നും നക്കീർ എന്നും പേരുള്ള മലക്കുകൾ, ആ മലക്കുകൾ നമ്മളോട് ആദ്യമായി ചോദ്യം ചെയ്യുന്നത് നമ്മുടെ തൗഹീദിനെ സംബന്ധിച്ചായിരിക്കും. അല്ലെ, ആദ്യത്തെ ചോദ്യം എന്താ? മൻ റബ്ബുക. അതിന്റെ ഉത്തരം എന്താ? റബ്ബി അല്ല, എൻ്റെ റബ്ബ് അള്ളയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾക്കത് പറയാൻ കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ല, അതിനൊരു വാല്യൂ ഇല്ല, അതിനൊരു പ്രാധാന്യമില്ല. ഉലമാക്കൾ വിശദീകരിക്കാറുണ്ട്, നമ്മൾ നമ്മുടെ ദുനിയവിയായ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൊടുക്കേണ്ട ഇബാദത്തുകൾ റബ്ബിന് മാത്രം നൽകി റബ്ബിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയ ഒരാൾക്കല്ലാതെ ഒരിക്കലും എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയാൻ കഴിയില്ല. എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയാൻ സാധിക്കുക ആർക്കു മാത്രമാണ്? എല്ലാ ഘട്ടങ്ങളിലും, ഏത് പ്രതിസന്ധി സന്ദർഭങ്ങളിലും, എന്തൊരു പ്രയാസത്തിന് റബ്ബിനോട് ചോദിക്കേണ്ട ഏതൊരു ചോദ്യവും അത് റബ്ബിനോട് മാത്രം ചോദിക്കുന്ന ആളുകൾക്കേ എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ കഴിയുള്ളൂ. നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് എന്ത് ചെയ്യും? ചൊല്ലിക്കൊടുക്കും, നിന്റെ റബ്ബ് അള്ളയാണ്, നിന്റെ ദീൻ ഇസ്ലാമാണ്, നിന്റെ റസൂൽ മുഹമ്മദാണ്, നിന്റെ കിതാബ് ഖുർആനാണ്. കണ്ടിട്ടില്ല? ഓതിക്കൊടുക്കുന്ന കണ്ടിട്ടില്ല? ചിലരുടെ കഫൻ പുടവയിൽ എഴുതി കെട്ടിവെക്കും. നമ്മളെന്തോ പരീക്ഷയ്ക്കെന്തോ കോപ്പി അടിക്കാൻ ബിറ്റ് വയ്ക്കുന്ന പോലെ, തുണ്ട് വയ്ക്കുന്ന പോലെ.
ഇത് അങ്ങനത്തെ ഒരു ഏർപ്പാടല്ലത്. ബർസഖിയായ ജീവിതം എന്നുള്ളത് അത് വേറെ തന്നെ ഒരു ജീവിതമാണ്. അവിടെ നമ്മൾക്ക് നമ്മുടെ നാവ് പൊന്തണമെങ്കിൽ ഇവിടെ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചിരിക്കണം. ഇവിടത്തെ അമലുകൾക്കനുസരിച്ചേ അവിടെ നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അതാണ് അല്ലാഹു പറഞ്ഞു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാബിത്തായ ഉറച്ചു നിൽക്കുന്നൊരു വാക്കുകൊണ്ട് ഈമാനുള്ളവർക്ക് സ്ഥിരത നൽകും, ഉറപ്പ് നൽകും, ദുനിയാവിലും ആഖിറത്തിലും. ഈ ആയത്തിനെ ഉലമാക്കൾ വിശദീകരിക്കാറുള്ളത് ഈ ഖബറിലെ ചോദ്യം, ആ ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ ഫിത്നത്തുൽ ഖബർ എന്ന് പറയും. ആ ഫിത്നയുടെ സാഹചര്യത്തിൽ അള്ളാഹു മറുപടി പറയാൻ, ഉത്തരം നൽകാൻ എളുപ്പം നൽകും എന്ന് ഈ ആയത്തിനെ ഉലമാക്കൾ വിശദീകരിച്ചായി കാണാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളോട് ചോദിക്കപ്പെടുന്ന ഒന്നാമത്തെ ചോദ്യം, നമ്മൾ ആഖിറത്തിൽ ഒന്നാമത്തെ അവ്വലു മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ സ്റ്റേജാണ് ഖബർ ജീവിതം. അവിടെ വെച്ച് നമ്മളോട് ചോദിക്കപ്പെടുന്ന ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക, തൗഹീദിനെ പറ്റിയിട്ട്. ആ തൗഹീദ് നമ്മുടെ ശരിയല്ലെങ്കിൽ നമ്മൾ പേടിക്കണം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം പ്രയാസമായിരിക്കും. അല്ലേ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം താബിഈങ്ങളെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. താബിഈങ്ങളെ നോക്കുമ്പോൾ, അവർ ശ്രദ്ധിക്കുമ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തെ പറ്റി പറയുമ്പോഴോ നരകത്തെ പറ്റി പറയുമ്പോഴോ പരലോകത്തെ പറ്റി പറയുമ്പോഴോ കരയാത്തത്രയും ഖബറിനെ പറ്റി പറയുമ്പോൾ കരയാറുണ്ട്. ഖബർ കാണുമ്പോൾ കരയാറുണ്ട്. പലരും ചോദിച്ചു, താങ്കളുടെ അടുക്കൽ വെച്ച് സ്വർഗത്തെപ്പറ്റി പരാമർശിക്കപ്പെടാറുണ്ട്, നരകത്തെപ്പറ്റി പരാമർശിക്കപ്പെടാറുണ്ട്, അപ്പോഴൊന്നും കരയാത്ത താങ്കൾ എന്തുകൊണ്ട് ഖബറിനെ പറ്റി പറയുമ്പോൾ ഇതിനെ കരയുന്നത്? അപ്പം അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? ഒരാൾ ഖബറിൽ വെച്ച് അവന് എളുപ്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ അതിനേക്കാൾ എളുപ്പമായിരിക്കും. ഖബറിൽ ഒരാൾക്ക് എളുപ്പമായി കഴിഞ്ഞാൽ പിന്നെ പിന്നീട് ശേഷമുള്ള കാര്യങ്ങൾ അവൻ അതിനേക്കാൾ എളുപ്പമായിരിക്കും. പക്ഷേ ഖബറിൽ ഒരാൾ പ്രയാസപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അതിനേക്കാൾ പ്രയാസമായിരിക്കും. അല്ലേ? ഉലമാക്കൾ പറയാറുണ്ട്, അൽ ഖുബൂറു ഇമ്മ റൗദത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നീറാൻ. എല്ലാ ഖബറുകളും ഒന്നുകിൽ സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ടൊരു പൂങ്കാവനമായിരിക്കും, അല്ലെങ്കിൽ നരകത്തിന്റെ തീക്കുണ്ടാരങ്ങളിൽപ്പെട്ടൊരു തീക്കുണ്ടാരായിരിക്കും. ഇത് ഏതെങ്കിലും ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. ഇവിടെ നമ്മൾ ഖബറിൽ നമ്മൾക്ക് എളുപ്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവനും എളുപ്പം. എന്നാൽ ഖബറിൽ പ്രയാസം സംഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ മുഴുവനും അതിനേക്കാളും വലിയ പ്രയാസമാണ് നമുക്ക് നേരിടേണ്ടി വരിക. അതേപോലെ തന്നെ തൗഹീദിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന മറ്റൊരു വിഷയമാണ് ഏറ്റവും മികച്ച അറിവ് എന്നുള്ളത് തൗഹീദിനെ സംബന്ധിച്ചുള്ള അറിവാണ്. ഏറ്റവും മികച്ച അറിവ് എന്നുള്ളത് തൗഹീദിനെ സംബന്ധിച്ചുള്ള അറിവാണ്. നമുക്ക് പല അറിവുകളുണ്ട്, പല വിഷയങ്ങളുണ്ട്, ഒരുപാട് വിജ്ഞാന ശാഖകളുണ്ട്. ഈ വിജ്ഞാന ശാഖകളിൽ വെച്ച് ഏറ്റവും മികച്ച അറിവ് എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ്, തൗഹീദിനെ സംബന്ധിച്ചുള്ള അറിവാണ്. നിങ്ങൾക്കറിയോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നരകക്കാരുടെ വിഭാഗങ്ങൾ, കാറ്റഗറികൾ ഖുർആനിൽ എടുത്തെടുത്ത് ഓരോരോ വിഭാഗങ്ങളായി എണ്ണി എണ്ണി പറയുന്ന ആയത്തുകൾ അത് വളരെ കുറച്ചാണ്. അത്തരത്തിൽപ്പെട്ട ആയത്തുകളിൽ ഒന്ന്, ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നരകക്കാരുടെ എല്ലാവരുടെയും കോമൺ ആയിട്ട് ശ്രദ്ധിക്കണേ, കുഫാറുകളെ പറ്റി പറയുന്നുണ്ട്, മുനാഫിക്കുകളെ പറ്റി പറയുന്നുണ്ട്, മുശ്രിക്കുകളെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ നരകക്കാരുടെ കാറ്റഗറികളെ പറ്റി മൊത്തം എല്ലാ വിഭാഗങ്ങളെ പറ്റിയും പറയുമ്പോൾ ഇവർക്കെല്ലാവർക്കുമുള്ള ഒരു കോമൺ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇവരെല്ലാവരും നരകത്തിലേക്ക് എത്തിയത്, അവിടെ ഉറങ്ങിപ്പോകുന്നുണ്ട്, എല്ലാവരും നോക്കുക, അപ്പുറത്തിരിക്കുന്ന ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ വിടരുത്, എഴുന്നേൽപ്പിച്ചോ, തട്ടി എഴുന്നേൽപ്പിച്ചോ. തൗഹീദിനെ പറ്റി പറയും, മോഹിത് കടന്നുറങ്ങാം, വിടരുത് കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകക്കാരുടെ വിഭാഗങ്ങളെ പറ്റി പറയുമ്പോൾ, ഓരോരോ പ്രത്യേക കാറ്റഗറികൾ എണ്ണി പറയുമ്പോൾ ഈ വ്യത്യസ്ത വിഭാഗക്കാർ പലതരത്തിൽ ദുനിയാവിൽ ജീവിച്ച് മരണപ്പെട്ട ആളുകളാണ്.
പക്ഷേ ഇവരെല്ലാവരും നരകത്തിലേക്ക് എത്തിയതിൻ്റെ പിന്നിലുള്ളൊരു കോമൺ ഫാക്ടർ, അതല്ല പറയുന്നത് എന്താന്ന് പറയുക, ശ്രദ്ധിക്കണം, പേടിക്കേണ്ട വിഷയം. അല്ല പറയുന്നത് എന്താ? അല്ലാഹീന ബില്ലാഹി വന്ന സൗ. ഇവരെല്ലാവരും നരകത്തിലേക്ക് എത്തിയത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ടാണ്. റബ്ബിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് ഇവരൊക്കെ നരകത്തിലേക്ക് എത്തി. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ, വേറെ രൂപത്തിൽ പറയുകയാണെങ്കിൽ, നരകത്തിലേക്ക് എത്തിയവരൊക്കെയും നരകത്തിലേക്ക് എത്തിയത് റബ്ബിനെ പറ്റിയിട്ടുള്ള വിവരമില്ലായ്മ കൊണ്ടാണ്. റബ്ബിനെ പറ്റി അറിയേണ്ടതുപോലെ ശരിയായ രൂപത്തിൽ അറിഞ്ഞൊരാൾ ഒരിക്കലും നരകത്തിലേക്ക് എത്തൂല, ഒരിക്കലും എത്തൂല. അത് നിങ്ങൾ ശരിക്കൊന്ന് വിശകലനം ചെയ്താൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ, കുഫാറുകളെ സംബന്ധിച്ചും മുശ്രിക്കുകളെ സംബന്ധിച്ചും മറ്റു മുനാഫിക്കുകളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു വസ്തുതയാണ്. അവരൊക്കെയും നരകത്തിലേക്ക് എത്തിയത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്. അല്ലെ, അതല്ല അള്ളാഹ് നരകക്കാരെ പറ്റി ഉപയോഗിക്കുന്ന വാക്കെന്താ, പ്രയോഗം എന്താ? വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അല്ല അവർ മനസ്സിലാക്കിയത്. അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. തൗഹീദുൽ അസ്മാ വ സിഫാത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അത് നമ്മൾ പഠിപ്പിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എത്രമാത്രം വലുതാണ് എന്നത് തിരിച്ചറിയാൻ ഇങ്ങനെയുള്ള ആയത്തുകൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. അള്ളാഹുവിനെ പറ്റി ശരിയായ ബോധ്യമുണ്ടാവുക, ശരിയായ അറിവുണ്ടാവുക അള്ളാഹുവിൻ്റെ നാമങ്ങൾ, സിഫത്തുകൾ പഠിക്കുമ്പോൾ മാത്രം. അല്ലാതെ നമുക്ക് അള്ളാഹുവിനെ അറിയാൻ കഴിയില്ല. അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ അറിയണമെങ്കിൽ അവൻ്റെ ഇസ്മുകൾ, സിഫത്തുകൾ പഠിക്കുക. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള, എഫക്റ്റീവായിട്ടുള്ള മാർഗം. ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. എന്താണെന്നറിയോ? അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ സംഭവിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മസാലയാണ്, ഒരു വിഷയമാണെന്ത്? അള്ളാഹുവിനെ സൃഷ്ടികളുമായി താരതമ്യം ചെയ്യുക, കമ്പയർ ചെയ്യുക എന്നുള്ളത്. അത് മനുഷ്യൻ്റെ ഒരു ചിന്തിക്കുന്നതിൽ പറ്റുന്നൊരു അപാകതയാണ്. അവൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യത്തെപ്പറ്റി പറയപ്പെടുമ്പോൾ കണ്ട ഏതെങ്കിലും ഒരു കാര്യമായിട്ട് എന്ത് ചെയ്യും? അവൻ കമ്പയർ ചെയ്യും. അവൻ്റെ മൈൻഡ് അങ്ങനെ പ്രവർത്തിക്കും. അവൻ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യത്തെപ്പറ്റി അവൻ കേൾക്കുമ്പോൾ, അറിയുമ്പോൾ അവൻ അതിനെ നേരെന്ത് ചെയ്യും? അവൻ കണ്ട, മനസ്സിലാക്കിയ, അറിഞ്ഞ ഏതെങ്കിലും ഒരു കാര്യവുമായി കമ്പയർ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ അതെന്തല്ല, അതങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? ലൈസ കമിസ്ലിഹി ഷൈ വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അവനെ പോലെ ഒരാളുമില്ല. അതുകൊണ്ട് തന്നെ റബ്ബിനെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം പറയപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ. അല്ലാഹ് കൽപ്പിക്കുക, അള്ളാഹുവിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉപമകൾ നിശ്ചയിക്കരുത്, മനസ്സിൽ പോലും ചിന്തിക്കരുത്. റബ്ബിന് സമനായിട്ട് ആരുമില്ല. റബ്ബിന്റെ ഒരു സിഫത്തിലും ആ സിഫത്ത് റബ്ബിനെ പോലെയുള്ള ഒരു സൃഷ്ടിയുമില്ല. പല കാര്യങ്ങളും പല ആളുകൾക്കും അത് മനസ്സിലാക്കാനുള്ള പ്രയാസം സംഭവിക്കുന്നത് ഈ ഒരു അടിസ്ഥാന ബോധ്യം ഇല്ലാത്തതുകൊണ്ട്, റബ്ബിനെ പറ്റി ഈ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട്. ഉദാഹരണത്തിന്, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ തൗഹീദിൽ നിന്ന് അകലാൻ, ഷിർക്കിലേക്ക് കടക്കാൻ ഏറ്റവും കൂടുതൽ ആളുകളെ ശൈത്താൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തന്ത്രം എന്താണ്? നീയൊക്കെ ഒരുപാട് തിന്മകൾ ചെയ്യുന്നൊരു സാധാരണക്കാരൻ, നീ ഒരുപാട് തിന്മകൾ ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ, നീ ഇത്രയും തിന്മകൾ ചെയ്യുന്നൊരു സാധാരണക്കാരനായി നിനക്ക് ഒരിക്കലും ഒരു തെറ്റും പറ്റാത്ത, ഒരു ന്യൂനതയും ഇല്ലാത്ത, എല്ലാ മികവുകളും മാത്രം ഒരുമിച്ച് ചേർന്നിട്ടുള്ള അങ്ങേയറ്റവും മഹത്വപൂർണനായിട്ടുള്ള, ഏറ്റവും വലിയ രാജാതിരാജനായിട്ടുള്ള അള്ളാഹുവിനോട് നിനക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? നിന്റെ ആവശ്യങ്ങൾ പറയാൻ കഴിയില്ല. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ സൃഷ്ടികളുമായിട്ട് കമ്പയർ ചെയ്യും. ഏതുപോലെ? വലിയൊരു രാജാവ്, വലിയൊരു അധികാരി, ആ അധികാരിയുടെ അടുക്കലേക്ക് നേരിട്ട് ചെന്ന് ഏതെങ്കിലും ഒരു പ്രജയ്ക്ക്, സാധാരണ ഒരു വ്യക്തിക്ക്, നാട്ടിലെ നാട്ടുകാരൻ അവിടെ ചെന്ന് നേരിട്ട് കാര്യം പോയി ബോധ്യപ്പെടുത്താൻ സാധിക്കൂല. ഇതിനെന്ത് ചെയ്യും? അവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യും.
എന്നിട്ട് അതുമായി കമ്പയർ ചെയ്യുകയും അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ആളുകൾ അകറ്റുകയും ചെയ്യും. എന്നുവെച്ചാൽ എന്തൊരു കാര്യത്തിലും നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇങ്ങനെ ഒരു കമ്പാരിസൺ കാണാൻ സാധിക്കും. എന്ത് വിഷയത്തിലും റബ്ബിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ, അത് മുശ്രിക്കീങ്ങൾക്കുള്ളതായിക്കോട്ടെ, കുഫാറുകൾക്കുള്ളതായിക്കോട്ടെ, മുനാഫിക്കുകൾക്കുള്ളതായിക്കോട്ടെ, ഏതൊരാൾക്കുള്ളതായിക്കോട്ടെ. അല്ലെ, മുനാഫിക്കുകളെ പറ്റി പറയുമ്പോൾ അള്ളാഹ് പറയുന്നൊരു ഒരു സംസാരമുണ്ട്. എന്താണെന്നറിയോ? മുനാഫിക്കുകൾ ഉള്ളിൽ അവർ പ്രത്യേകം നിങ്ങൾക്കറിയാം മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം. ഉള്ളിൽ കുഫറാണ്, ഉള്ളിൽ കുഫർ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഈമാൻ ഇല്ല, പക്ഷെ പുറത്തേക്ക് ഈമാൻ ഉണ്ടെന്ന് പറയുകയും ചെയ്യും. അവരോട് അള്ളാഹ് ചോദിക്കുകയാണ്, നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹ് അറിയുന്നില്ല, നിങ്ങൾ രഹസ്യമായി ചെയ്യുന്ന മീറ്റിങ്ങുകൾ അള്ളാഹു അറിയുന്നില്ല, ആരും കാണാതെ സംസാരിക്കുന്ന സംസാരങ്ങൾ അള്ളാഹു അറിയുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ അവർക്കവിടെ പറ്റിയതും ഇതേ അബദ്ധം തന്നെ. ആരുമില്ലാതെ ഒളിഞ്ഞു ചെയ്താൽ ഒരാളും അറിയൂല. അത് സൃഷ്ടികളുടെ വിഷയമല്ലേ? അള്ളാഹ് ചോദിക്കണം, വദാലിക്കും ദൊന്നുക്കുമുല്ലദീ ദൊനൻതും ബിറബ്ബിക്കും അർദാക്കും. നിങ്ങളെ റബ്ബിനെ പറ്റി വിചാരിച്ച നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണ, ഇതാണ് നിങ്ങളെ വഴിപിഴപ്പിച്ചു കളഞ്ഞത്, നിങ്ങളെ കേടുവരുത്തി കളഞ്ഞത്, നരകത്തിലേക്ക് നിങ്ങളെ നയിച്ചത് ഈ ഒരു ചിന്തയാണ് എന്നുള്ള പറയാം. ഈ ഒരു ചിന്ത, റബ്ബിനെ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണ, തെറ്റായ ചിന്തകൾ, അതൊരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കും. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കും. അതേസമയം റബ്ബിനെ പറ്റിയിട്ടുള്ള നല്ല അറിവുകൾ, ശരിയായ അറിവുകൾ, അതൊരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കേട്ടിട്ടുള്ള സംഭവമാണ്. ബനൂ ഇസ്രായേലുകാരിൽപ്പെട്ട 100 പേരെ കൊന്നൊരാൾ. ആലോചിച്ചോക്കെ, ഒരാൾ അങ്ങേയറ്റം ശക്തനായ തടിമാടനായ ഒരാൾ, നമ്മുടെ നാട്ടിൽ ഗുണ്ടാന്നൊക്കെ പറയാറുണ്ട്. അയാളിങ്ങനെ പല സമയത്തായിട്ട് അയാളുടെ ജീവിത കാലഘട്ടത്തിൽ ചെറുപ്പം മുതൽ ഇങ്ങനെ ഓരോരുത്തരെ കൊന്നു 99 പേരായി. അപ്പം അയാൾക്ക് മനസ്സിൽ തോന്നുകയാണ്, ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവൂല, നന്നാവണം എന്ന് അയാൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരാളെടുക്കലേക്ക് നാട്ടുകാരോട് ചോദിക്കാം. അയാൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല, ദീനിനെ പറ്റിയിട്ടോ ദീനിലെ ആലിമിനെ പറ്റിയിട്ടോ ഒന്നിനെ പറ്റിയിട്ട് ധാരണയില്ല. നാട്ടുകാരോട് ചോദിക്കണല്ലേ, പള്ളി വരുന്ന ആൾക്കാരോട് ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ്. എനിക്ക് ഈ വിഷയത്തിൽ ഒരു സംശയം ചോദിക്കാനുണ്ട്, ഉറപ്പുവരുത്താൻ, ഇതിലെന്താണ് പരിഹാരം അറിയാൻ, സൊല്യൂഷൻ അറിയാൻ ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? അപ്പോൾ നാട്ടുകാർക്കുണ്ടോ വല്ല വിവരവും? നാട്ടുകാരെന്താ പറഞ്ഞത്? ഇതാ ഇന്നൊരാൾ, എപ്പോഴും പള്ളിയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, ഒരാൾ പള്ളിയിൽ എപ്പോഴും ഉണ്ട്, എപ്പോഴും പള്ളിയിൽ തന്നെ, ധാരാളം ഖുർആൻ പാരായണം, ദിക്റുകൾ, ഇങ്ങനെ നിസ്കാരവും കാര്യങ്ങൾ തന്നെ. അയാളിലേക്ക് ചൂണ്ടിട്ട് അയാൾ ചോദിച്ചോ, ഇയാളുണ്ടല്ലോ, അയാൾ സംഭവം വിവരമില്ലാത്ത ഒരാളാണ്, ജാഹിലാണ്, റബ്ബിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാൾ. അയാളോട് പോയിട്ട് ഇയാൾ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, എനിക്കിനി തൗബ ചെയ്യാൻ പറ്റുമോ, എനിക്കിനി തൗബയുണ്ടോ? കേട്ടത് അയാൾ ചൂടായി. 99 പേരെ കൊന്നിട്ട് അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ, അതിൻ്റെ തൗബയുണ്ടോ ചോദിക്കാൻ വന്നിരിക്കുന്നു എന്ന രൂപത്തിൽ അയാൾ ദേഷ്യപ്പെട്ടു. അയാൾ ആ പ്രതികരണം കണ്ടിട്ട് ഇയാൾക്ക് ദേഷ്യം കൂടിയിട്ട് എന്ത് ചെയ്തു, അയാളെയും കൊന്നുകളഞ്ഞു, സെഞ്ചുറിയായി. നമ്മൾ ശ്രദ്ധിക്കണം, അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മയുടെ അപകടമാണിത്. 90 പേരെ എന്നല്ല, 99 പേരെ എന്നല്ല, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നാലും റബ്ബിന്റെ അടുക്കൽ തൗബ ചെയ്യേണ്ടതുപോലെ തൗബ ചെയ്ത് കഴിഞ്ഞാൽ റബ്ബ് പുറത്തു തരും. അതൊരു അറിവാണ്, വലിയൊരു അറിവാണ്, നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ സൂറത്തുൽ ബുറൂജില് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്. അസ്ഹാബുൽ ഉഖ്ദൂദിനെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്. ആരാണ് അസ്ഹാബുൽ ഉഖ്ദൂദ് നിങ്ങൾക്കറിയോ? അത് കേട്ടാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ വിഷയത്തിൽ സംശയം ഉണ്ടാവില്ല. റബ്ബ് പുറത്തു തരുമോ, എൻ്റെ തെറ്റ് പുറത്തു തരുമോ, ഞാൻ ഇത്ര വലിയ തെറ്റ് ചെയ്തില്ലേ എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഒരിക്കലും വരൂല. അസ്ഹാബുൽ ഉഖ്ദൂദ് ആരാണെന്ന് അറിഞ്ഞാൽ. അറിയോ ആരാന്നുള്ളത്? സ്വഹീഹ് മുസ്ലിമിൽ വലിയൊരു വിശദമായിട്ടൊരു റിവായത്ത് വരുന്നുണ്ട്. വലിയൊരു ചരിത്രമാണ്. ചുരുക്കം എന്നുള്ളത്, അതിൻ്റെ ആകത്തുക എന്നുള്ളത്, ഒരു നാട്ടുകാർ മുഴുവൻ ഫിറഔനെ പോലെ വളരെ ധിക്കാരിയായ, അഹങ്കാരിയായ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യണം എന്ന് കൽപ്പിച്ചിരുന്ന, അങ്ങനെ
ബാക്കിയുള്ള അയാളുടെ ഗോത്രത്തിൽ പെടാത്ത സാധാരണക്കാരെ അടിച്ചമർത്തിയിരുന്ന ഒരു രാജാവ്. ആ രാജാവിന് നാട്ടിലെ ഒരു കുട്ടി, ചെറിയൊരു കുട്ടി കാരണത്താൽ ആ നാട്ടുകാർ മൊത്തം, ഈ രാജാവും രാജാവിൻ്റെ പരിവാരങ്ങളും കിങ്കരന്മാരും ഒഴിച്ച് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ സാധാരണക്കാരും മുസ്ലിമീങ്ങൾ തൗഹീദിലേക്ക് വരാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ ഒരു കുട്ടി കാരണത്താൽ. വലിയൊരു സംഭവമാണ്. ഇവിടെ എന്താ വിഷയം വരുന്നത് പറഞ്ഞാൽ, ഈ കുട്ടി മരണപ്പെടും, അതോടുകൂടെ ഈ നാട്ടുകാർ തൗഹീദിലേക്ക് വരും, എല്ലാവരും തൗഹീദുള്ളവരാവും. ഈ രാജാവിനെ ഇബാദത്ത് ചെയ്യുന്നവർ നിർത്തും. ഈ രാജാവ് ഇയാളെ തന്നെ ഇബാദത്ത് ചെയ്യുന്നത് വരേക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നു പറയും. എന്നിട്ട് ഒരു കീഴടങ്ങൂല, സമ്മതിക്കൂല. അപ്പൊ രാജാവ് എന്ത് ചെയ്യും? വലിയ കുഴികൾ കുഴിക്കാൻ കൽപ്പിക്കും ഭടന്മാരോട്. വലിയ ആഴത്തിലുള്ള കുഴികൾ, അതിനെ ഹുദൂദ് എന്ന് പറയും. വലിയ കുഴികൾ കുഴിച്ച് ആ കുഴിക്കുള്ളിൽ വലിയ തീ നിറയ്ക്കും. പക്ഷെ അതിനുള്ളിൽ ഒരാൾ പെട്ട് കഴിഞ്ഞാൽ മരിക്കാതിരിക്കൂല, അത്രയും ശക്തമായ തീ അതിനുള്ളിൽ കത്തിക്കും. എന്നിട്ട് ഇങ്ങനെ വരിക്ക് നിർത്തും, ലൈനായിട്ട് ക്യൂവിൽ നിർത്തുന്ന പോലെ നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യും? ഭടൻ ചോദിക്കും, നീ ഈ രാജാവിനെ ഇബാദത്ത് ചെയ്യോ? ഇല്ല എന്ന് പറഞ്ഞാൽ തള്ളിയിടും. ഓരോരുത്തർ നീ അള്ളാഹുവിനെ ഇബാദത്തെ, രാജാവിനെ ഇബാദത്തെ. രാജാവിനെ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തും, അള്ളാഹുവിനെ എന്ന് പറഞ്ഞാൽ തള്ളിയിടും. അങ്ങനെ ഓരോരുത്തർ തള്ളിയിട്ട് കൊന്നു. ഈ നാട്ടുകാർ മുഴുവൻ, ഈ രാജാവിന്റെ പരിവാരങ്ങൾ മുഴുവൻ അത് കണ്ട് രസിക്കുകയാണ്. ഒരു കാഴ്ച കാണാമെന്നിരിക്കണം. എല്ലാവരും ഹാജരുണ്ട്, എല്ലാവരും ഹാജരായി. നാട്ടുകാരൊരു വലിയൊരു എന്തോ അവരുടെ ദീനെ സംരക്ഷിക്കാൻ എന്തോ ഒരു ഹിദ്മത്ത് ചെയ്യുന്നത് പോലെ എല്ലാവരും വലിയ കൃതജ്ഞതയോടുകൂടെ അഭിമാനത്തോടെ വന്നിരിക്കുകയാണ് കാഴ്ച കാണാൻ. അങ്ങനെ ഇവരൊക്കെ നോക്കിയിരിക്കെ ഇവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊന്ന് തള്ളിക്കൊണ്ടേയിരിക്കും, തീയിലിട്ട് കൊന്നുകൊണ്ടേയിരിക്കും. ഈ കൊന്നു കളഞ്ഞ ആളുകളെ പറ്റി അല്ലാഹ് എന്താ പറഞ്ഞറിയോ? ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്. മുഅ്മിനുകളെയും മുഅ്മിനാത്തുകളെയും ഈ രൂപത്തിൽ പരീക്ഷിച്ച, പ്രയാസപ്പെടുത്തി ഈ ആളുകൾ, ഈ കൊന്നുകളഞ്ഞ ആളുകൾ, എത്രയോ പേര് കൊന്നുകളഞ്ഞു. ഇവരെ പറ്റി അല്ലാഹ് പറഞ്ഞ സുമ്മ ലം യതൂബു, അവർ തൗബ ചെയ്തില്ലെങ്കിൽ ഫലഹും അദാബു ജഹന്നം, അവർക്ക് നരകശിക്ഷയുണ്ട്. എന്ന് പറഞ്ഞാൽ തൗബ ചെയ്താൽ റബ്ബ് അവർക്ക് പോലും പുറത്തു കൊടുക്കും. അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നുള്ള കാരണത്താൽ മാത്രം ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞ ഒരാൾക്ക് അവനിലേക്ക് തൗബ ചെയ്ത് കഴിഞ്ഞാൽ റബ്ബ് പുറത്തു കൊടുക്കുമെങ്കിൽ പിന്നെ ആർക്കാ പുറത്തു കൊടുക്കാതിരിക്കാം? പിന്നെ ആര് തൗബ ചെയ്താൽ റബ്ബ് സ്വീകരിക്കാതിരിക്കാം? അതൊരു വലിയ അറിവാണ്. റബ്ബിനെ പറ്റിയിട്ടുള്ള ഓരോ അറിവും വലുതാണ്. നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയേക്കാൾ കഠിനമായി ശിക്ഷിക്കുന്ന ഒരാളുമില്ല. ഒരു രാജാവും അള്ളാഹ് ശിക്ഷിക്കുന്ന അത്രയും വേദനയുള്ള ശിക്ഷ ഒരു രാജാവും ശിക്ഷിക്കൂല. അള്ളാഹ് പിടികൂടുന്ന അത്രയും ശക്തമായ പിടുത്തം ഒരാളും പിടികൂടൂല. റബ്ബിന്റെ അത്രയും പ്രയാസപ്പെടുന്ന ശിക്ഷ ഒരാൾക്കും നൽകിയിട്ടില്ല. അതും മനസ്സിലാക്കണം നമ്മൾ. ഒരു ഭാഗം മാത്രം പറഞ്ഞു പോയാൽ പോരാ. അല്ലാഹ് പറഞ്ഞു, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. റസൂലേ, താങ്കൾ പറഞ്ഞു കൊടുക്കണം, അറിയിക്കണം. എന്താ അറിയിക്കേണ്ടത്? എൻ്റെ അടിമകൾക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കണം, അന്നി അനൽ ഗഫൂറുർ റഹീം, തീർച്ചയായും ഞാനാണ് അങ്ങേറ്റം പൊറുക്കുന്നവനും ഏറ്റവും അധികം റഹ്മത്തുള്ളവൻ ഞാനാണ്. എന്നെക്കാളും പുറത്തു കൊടുക്കുന്നവൻ ആരുമില്ല, എന്നെക്കാളും റഹ്മത്തുള്ളവൻ ആരുമില്ല. പക്ഷെ നിർത്തിയില്ല. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷയാണ് ഏറ്റവും വേദനയുള്ള ശിക്ഷ. ഏറ്റവും വേദനയുള്ള ശിക്ഷ റബ്ബിന്റെ ശിക്ഷ. അതിനേക്കാൾ വലിയ ശിക്ഷ ഒരു രാജാവും ഒരാളും ശിക്ഷിച്ചിട്ടില്ല. ആരെയും ശിക്ഷിച്ചിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിപ്പിൽ കിടന്ന് ഉറക്കം വരാതെ എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കുന്നത് അത് ഉറങ്ങാൻ പറ്റാനിട്ടൊന്നുമല്ല. ഇന്നത്തെ പോലെ പല ആളുകളും പോലെ കിടന്നിട്ട് ടെൻഷൻ കൊണ്ട് ഉറക്കം വരാത്തത് കൊണ്ടൊന്നല്ല, പേടിച്ചിട്ടാണ്. നരകത്തെപ്പറ്റി പേടിച്ചിട്ട്. ഒരു തീപ്പൊരി, നരകത്തിൽ നിന്ന് പറക്കുന്നൊരു തീപ്പൊരി പോലും വലിയൊരു ഒട്ടകത്തിന് ഇത്രയും വലിപ്പുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു അടുപ്പിൽ പോയി ഒന്ന് കൈ ഒന്ന് വെച്ച് നോക്കുക. നിങ്ങൾക്ക് എത്ര സെക്കൻഡ് ആ കൈ അടുപ്പിൽ വെക്കാൻ സാധിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കുക.
അത് വെറും ഒരു അടുപ്പിലെ തീയാണ്. ഈ ദുനിയാവിലെ ഏറ്റവും കനത്ത തീ, കടുത്ത തീ, ആ തീയുടെ 70 ഇരട്ടിയാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ചൂട്. ഏറ്റവും ചെറിയ ചൂട്. ആ ചൂട് നിങ്ങൾക്കറിയോ? നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ, ഏറ്റവും ചെറിയ ശിക്ഷ എന്താണെന്നറിയോ? തീ കൊണ്ടുള്ളൊരു ചെരുപ്പാണ്. ഒരു ചെരുപ്പ്. ഈ ചെരുപ്പ് എവിടെ നമ്മൾ ധരിക്കാം? എവിടെ ധരിക്കാം? ഉറങ്ങുന്നവർ പറഞ്ഞേ, എവിടെ ധരിക്കാം? കാലിൻ്റെ അടിയിലാണ്. ചെരുപ്പ് ധരിക്കാൻ നമ്മൾ കാലിൻ്റെ അടിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്, ഈ ചെരുപ്പ് ഇവൻ ധരിച്ചു കഴിഞ്ഞാൽ ഇവന്റെ തലച്ചോറ് ഇളകി മറിയും. ഇത് കേൾക്കുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിക്കുന്നുണ്ടാ, ചെരുപ്പ് ധരിച്ചാൽ തലച്ചോറ് തിളച്ചു മറിയും. ഇത്ര ആളുകൾ ചിന്തിക്കുന്നുള്ളൂ, അതിന്റെ അപ്പുറത്തേക്കുള്ളൊന്നും ചിന്തിക്കുന്നില്ല. ഇതിങ്ങനെ സ്വിച്ചിട്ടാൽ അവിടെ എന്തോ സ്വിച്ചിട്ടാൽ ഇവിടെ എന്തോ വർക്കാവുന്ന പോലെ പലരും ചിന്തിക്കുന്നത്. നിങ്ങളൊരു സാധനം, ഒരു പാത്രം എടുക്കുക, നമുക്ക് മനസ്സിലാവേണ്ടി ഞാൻ പറഞ്ഞുതരാണ്. ഒരു പാത്രം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ വെക്കുക, എന്നിട്ട് ഇങ്ങനെ തിളപ്പിക്കുക. ഏറ്റവും മുകളിൽ തിളച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഏറ്റവും താഴത്തെയും തിളച്ചു എന്നാണ്. ഏറ്റവും മുകളിലെ സാധനം തിളച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥം ഏറ്റവും താഴത്തെയും തിളച്ചിട്ടുണ്ടെന്നാ. അല്ല മുകളിലത്തെ മാത്രം തിളച്ചു എന്നാണോ? അങ്ങനെയാണോ? അല്ല. ഏറ്റവും നമ്മുടെ ശരീരത്തിന് ഏറ്റവും മുകളിലുള്ളതും എത്തിപ്പെടാൻ ഏറ്റവും പ്രയാസമുള്ളതായിട്ടുള്ള ഭാഗമാണ് തലച്ചോറ്. ആ തലച്ചോറിലേക്ക് തീ എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ശരീരത്തിൽ ഒരു സെല്ല് പോലും തിളയ്ക്കാതെ ബാക്കി ഉണ്ടാവില്ല. ഒരു സെല്ല് പോലും. ഇത് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. നിങ്ങൾ ആലോചിക്കണം, ഈ ശിക്ഷ ദുനിയാവിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ചെരുപ്പ് ദുനിയാവിൽ ധരിപ്പിക്കപ്പെടുകയാണെങ്കിൽ നമ്മളാണ് കത്തി ഉരുകി ഒലിച്ചോണ്ട് പോകും. പക്ഷെ അതോടെ കഴിഞ്ഞു. പരലോകത്ത് അങ്ങനെയല്ല. നമ്മൾ മരിച്ച് നമ്മുടെ റൂഹ് പോകുന്നില്ല. നമ്മൾ ഈ വേദന അനുഭവിച്ച് നമ്മുടെ തൊലി ഉരുകുമ്പോഴേക്കും പുതിയ തൊലി വീണ്ടും ഇട്ട് തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ട്, നരകക്കാരന് തൊലിക്കട്ടി മാത്രം, തൊലിയുടെ ഈ കട്ടി മാത്രം 3 ദിവസത്തെ വഴിദൂരാണ്. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മിനിമം 75 കിലോമീറ്റർ വരും. 75 സെന്റിമീറ്റർ അല്ലേ? 75 കിലോമീറ്റർ വരും ഏറ്റവും മിനിമം. തൊലിക്കട്ടി മാത്രം. അത് ഒരു നരകക്കാരൻ്റെ, എല്ലാ നരകക്കാരും അട്ടിക്കിട്ടിട്ടുള്ളതല്ല. ഒരൊറ്റൊരു നരകക്കാരൻ തൊലിക്കട്ടി മാത്രം 75 കിലോമീറ്റർ വരും. എന്തിനാണെന്നറിയാം ഇത്രയും വലിയ തൊലി? എന്തിനാ? വേദന അനുഭവിക്കാൻ, ആസ്വദിക്കാൻ. ഈ നരകക്കാരൻ അള്ളാഹുവിനോട് ചോദിക്കും, ഈ ശിക്ഷ ഞങ്ങൾക്കൊന്ന് കുറച്ചു തരണം, ഒന്ന് ലഘൂകരിച്ചു തരണം, ഇടയ്ക്കൊന്ന് നിർത്തിത്തരണം എന്ന് പറയുമ്പോൾ അള്ളാഹ് തിരിച്ചവരോട് എന്താ പറയാന്നറിയോ? ഫദൂഖു ഫലൻ നസീദകും ഇല്ല അദാബ. നിങ്ങളത് അനുഭവിച്ചുള്ള, നിങ്ങൾക്കിവിടെ ശിക്ഷയല്ലാതെ ഒന്നും കൂട്ടിത്തരൂല. ശിക്ഷയല്ലാതെ ഒന്നും നിങ്ങൾ ഒന്നും ചിന്തിക്കണ്ട. നരകക്കാരന് കിട്ടുന്ന, അവന് ഇടയ്ക്കൊരു എന്താ പറയാ, ഒരു ആശ്വാസത്തിന് വേണ്ടി കൊടുക്കുന്ന വെള്ളം, പാനീയം, അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? ആ വിശ്വാസം പഠിപ്പിച്ച ആ പാനീയത്തിൽ നിന്ന് ഒരു തുള്ളി എങ്ങാനും ഈ ദുനിയാവിൽ വീണിരുന്നെങ്കിൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയില്ല. ഒരു ചെടി മുളയ്ക്കൂല, ഒരു ജീവനുള്ളൊരു വസ്തു ജീവനോടെ ഉണ്ടാവില്ല. ഇതാണ് അവൻ കുടിക്കാൻ കൊടുക്കപ്പെടുന്നത്. അവന് ഇത്രയും വിഷമുള്ള, ഇത്രയും ദുർഗന്ധമുള്ള, അങ്ങേയറ്റം വൃത്തികെട്ടൊരു പാനീയമാണ് അവന് കുടിക്കാൻ കൊടുക്കുന്നത്. തൊണ്ടയിൽ നിന്ന് ഇറങ്ങൂല. ഇതല്ലാതെ അവന് വേറൊന്നുമില്ല, വേറൊന്നും അവന് കൊടുക്കപ്പെടൂല. നരകത്തിലെ ശിക്ഷയെക്കാളും വേദനയേറിയ ശിക്ഷ നിങ്ങൾക്കറിയോ? നരകക്കാരൻ ഇത്രയും വലിയ ശിക്ഷയിൽ കടന്നു പൊളയുമ്പോഴും അവനൊന്ന് അനങ്ങാൻ കഴിയൂല. അവനൊന്ന് അനങ്ങാൻ പോലും പറ്റൂല. കഴുത്തിലും കയ്യിലും കാലിലൊക്കെ വലിയ ചങ്ങലകൾ കെട്ടിയിടപ്പെട്ട്, എല്ലാ ശിക്ഷകളും, റബ്ബ് കൊടുക്കുന്ന ഒരു ശിക്ഷ പോലും അത് പൂർണ്ണമായി വേദന ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ, അതിന് അനുയോജ്യമായ രൂപത്തിൽ അവന് കെട്ടിയിടപ്പെട്ട അവസ്ഥയിലായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അത് കുറേ വിഷയങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല, നമുക്കറിയാം, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആയത്ത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള, പഠിച്ചിട്ടുള്ള ആയത്താണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതേപോലെ ഇതിനുമായി സമാനമായിട്ടുള്ള മറ്റൊരായത്ത് ഖുർആനിലുണ്ട്. എന്നുവെച്ചാൽ
ആകാശഭൂമികൾ സൃഷ്ടിച്ചത്, മനുഷ്യ ജിന്നുവർഗങ്ങൾ സൃഷ്ടിച്ചത്, ഇതൊക്കെ സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. എന്താണത്? ഏതായത്ത്? ആരാ പറയാം? അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന് നമുക്കൊക്കെ അറിയുന്ന കേട്ടിട്ടുള്ള ആയത്താണ്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതേപോലെ അള്ളാഹു സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞിട്ട് ഈ സൃഷ്ടിപ്പ് അള്ളാഹു സൃഷ്ടിച്ചത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന മറ്റൊരായത്തുണ്ട്. ആ ആയത്തിൽ അള്ളാഹ് പറയുന്നത് എന്താ പറയുക? ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. ആകാശങ്ങളെയും ഭൂമികളെയും സകല സൃഷ്ടിജാലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിതഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അറിയണം. എന്തറിയണം? അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അത് നിങ്ങൾ അറിയണം. അറിയാൻ പറഞ്ഞ് വെറുതെ അറിയലല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ അത് യാതൊരു മാറ്റവും വരാത്ത രൂപത്തിൽ യഖീനായി അത് മാറണം. അങ്ങനെ നിങ്ങൾ അറിയണം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവന്. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അള്ളാഹു എല്ലാത്തിനെ പറ്റിയും കൃത്യമായി അറിഞ്ഞിട്ടുള്ളവനാണ്. അവൻ്റെ അറിവ് കൊണ്ട് അവൻ എല്ലാത്തിനെയും വലയം ചെയ്തിട്ടുള്ളവനാണ് എന്ന് നിങ്ങൾ അറിയണം. അതറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയോ, ഈ 2 കാര്യങ്ങൾ, റബ്ബിന്റെ ഖുദ്റത്തിന്റെ വലിപ്പവും അവന്റെ ഇൽമിന്റെ വിശാലതയും, ഇത് രണ്ടും അറിയുന്ന ഒരാൾക്ക് ഒരിക്കലും പരലോകത്തിലൊരു സംശയം ഉണ്ടാവില്ല. സ്വർഗത്തിൽ സംശയം ഉണ്ടാവില്ല, നരകത്തിൽ സംശയം ഉണ്ടാവില്ല, ഉയർത്തെഴുന്നേൽപ്പിൽ സംശയം ഉണ്ടാവില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ സംശയം ഉണ്ടാവില്ല, ഈ ദീന് എല്ലാ കാലത്തും പറ്റുന്നതാണോ എന്നതിൽ സംശയം ഉണ്ടാവില്ല, ഈ ഹറാമ് ഇതിൽ ഖൈറുകളുണ്ടോ സംശയം ഉണ്ടാവില്ല, ഈ ഹലാലിൽ ഈ ഹറാമിൽ റബ്ബ് സുബ്ഹാനഹു ഇതിനെ ഹറാമാക്കിയെന്ന് സംശയം ഉണ്ടാവില്ല, ഇതെന്തിനെ വാജിബാക്കിയെന്ന് സംശയം ഉണ്ടാവില്ല. റബ്ബിന്റെ ഖുദ്റത്തിനെ പറ്റി മനസ്സിലാക്കേണ്ടത് ഒരു മനസ്സിലാക്കിയ ഒരാൾ, റബ്ബിന്റെ ഇൽമിന്റെ വിശാലതയെ പറ്റി അറിഞ്ഞ ഒരാൾക്ക് ഇതിലൊന്നിലും സംശയം ഉണ്ടാവില്ല. അവന്റെ ഈമാൻ യഖീനായിരിക്കും, സ്ട്രോങ് ആയിരിക്കും, ഒന്നിലും സംശയം ഉണ്ടാവില്ല. അല്ലേ? ഉദാഹരണത്തിന് ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കാണെന്ത്? ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ, മനുഷ്യൻ വിചാരിക്കുകയാണോ അവന്റെ എല്ലുകളെ നാം വീണ്ടും കൂട്ടിച്ചേർക്കുകയില്ല എന്നവൻ വിചാരിക്കുകയാണോ? എന്നിട്ട് അള്ളാഹ് പിന്നെ പറയുന്നത് എന്താ പറയുക? അടുത്ത ആയത്തെന്താ? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. എല്ലു മാത്രമല്ല, അവന്റെ വിരലിന്റെ അറ്റം പോലും ശരിക്കും എങ്ങനെയാണോ ആ രൂപത്തിൽ അതിനെ ഡിസൈൻ ചെയ്യാൻ, ക്രമീകരിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു. ഈ ആയത്തുകളുടെ അർത്ഥം സലഫുകളുടെ കാലഘട്ടത്തിൽ അതിൻ്റെ ശരിയായിട്ടുള്ള വ്യാപ്തി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഫിംഗർ പ്രിന്റിൻ്റെയും മറ്റ് ടെക്നോളജികളൊക്കെ ഒരുപാട് കടന്നു വന്നതുകൊണ്ട് നമുക്കതിൻ്റെ എത്രത്തോളം, ആ പറയുന്ന വാക്കിന് എത്രത്തോളം കനമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ? പല ആളുകളും പറയാറുണ്ട് ഒരാളെപ്പോലെ തന്നെ 7 പേരൊക്കെ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു ഫിംഗർ പ്രിന്റ് പോലെ എത്ര ഫിംഗർ പ്രിന്റ് ആവും? ഒരു ഫിംഗർ പ്രിന്റ് പോലെ എത്ര ഫിംഗർ പ്രിന്റ് ഉണ്ടാവും ഈ ദുനിയാവിൽ? അത് എത്രയേ ഉള്ളൂ, ഈ ചെറിയ ഇത്രയേ ഉള്ളൂ. അല്ലേ? നമ്മൾ QR കോഡിനേക്കാളും ചെറുതാ. അത്രയും ചെറിയൊരു സ്ഥലത്ത് ഗ്യാപ്പിൽ റബ്ബ് സുബ്ഹാനഹു എത്ര വെറൈറ്റികളാണ്. 1-2 ആൾക്കാരെന്നല്ലല്ലോ, എത്ര വ്യത്യസ്തമായ ഡിസൈനുകൾ ഈ സ്ഥലത്ത് ക്രമീകരിക്കണം, അറേഞ്ച് ചെയ്യണം. അതിന് സാധിക്കുന്ന റബ്ബിന് എങ്ങനെയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ ആക്കാൻ എന്ത് പ്രയാസമുണ്ട്? അത് ലോജിക്കിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യം. ഈമാനികപരമായിട്ടോ അല്ലെങ്കിൽ ദീനിന്റെ അള്ളാഹ് കൽപ്പിച്ച കൽപ്പന എന്നുള്ള രീതിക്കോ ഒന്നും വേണ്ട, വെറുതെ സാമാന്യ ബുദ്ധി കൊണ്ട് പോലും ഒരാൾക്കതൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. ഇതിന് കഴിയുന്നവന് എന്തായാലും കഴിയും, സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇൽമിനെ പറ്റിയും ഖുദ്റത്തിനെ സംബന്ധിച്ചും അല്ലെ നമ്മളോട് ഒരുപാട് കാര്യങ്ങളെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്.
ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന് ഒരുപാട് ആയത്തുകൾ വന്നിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ്? എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? എന്താ? ഇപ്പൊ സൂറത്തുൽ ആലു ഇമ്രാന്റെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യുന്നത്? അവസാനത്തെ 10 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി എഴുന്നേറ്റാൽ ഓതാറുണ്ടായിരുന്ന 10 ആയത്തുകളാണ്. സൂറത്തു ആലു ഇമ്രാനിലെ അവസാനത്തെ 10 ആയത്തുകൾ. എന്തായത്തിന്റെ തുടക്കം? 10 ആയത്തുകളുടെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി. ആ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും സുബ്ഹിക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഓതിയിരുന്ന ആയത്തുകളാണ്. ഈ ആയത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വത്തെ സംബന്ധിച്ചും അതിലടങ്ങിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം അതിന്റെ ഖുലാസയിലേക്ക് എത്തുന്ന എന്താണെന്നറിയോ? റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ. റബ്ബേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. ഇതൊന്നും വെറുതെ സൃഷ്ടിച്ച റബ്ബിന്റെ കുദറത്തിനെ പറ്റി മനസ്സിലാക്കുന്നവൻ, റബ്ബിന്റെ ഇൽമിന്റെ വിശാലതയെ പറ്റി അറിയുന്നവൻ അവൻ അങ്ങനെ ചിന്തിക്കുള്ളൂ. അങ്ങനെയല്ലാതെ അവൻ ചിന്തിക്കാൻ കഴിയില്ല. ഈ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ഒരാൾക്കൊരിക്കലും ആ റിസൾട്ടിലേക്കല്ലാതെ എത്താൻ കഴിയില്ല. എന്നിട്ട് അവന് സുബ്ഹാനക ഫഖിന അദാബന്നാർ, റബ്ബേ നീ എത്ര പരിശുദ്ധനാണ്, അതുകൊണ്ട് നീ ഞങ്ങളെ നരകശിക്ഷനെ രക്ഷപ്പെടുത്തണമേ. ചില പരലോക ചിന്തയിലേക്ക് എത്തും. നേരെ തിരിച്ചു പറഞ്ഞാൽ റബ്ബിനെ പറ്റി വിവരമില്ലാത്ത ഒരാളല്ലാതെ പരലോകത്തിനെ സംബന്ധിച്ച് സംശയിക്കൂല. ഒരാൾക്ക് പരലോകത്തെ പറ്റി സംശയമുണ്ടെങ്കിൽ പരലോകം നടക്കുമോ ഇനിയില്ല? എത്ര ആൾക്കാരല്ലേ പലരും ചോദിക്കാറുണ്ട്. ഇപ്പൊ തന്നെ 700 കോടികളുണ്ട്. ഹിസ്റ്ററിയിൽ കുറെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ എത്ര വരും നമുക്കറിയില്ല. ഇവരിൽ ഒരാൾ പോലും വിട്ടുകളയാതെ എല്ലാവരും വീണ്ടും വരുന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, അങ്ങനെ തന്നെ. റബ്ബിന്റെ ഇൽമിന്റെ വിശാലത അറിയുന്ന, അവന്റെ കുദറത്തിന്റെ വലിപ്പം അറിയുന്ന ഒരാൾക്ക് അതിൽ സംശയം ഉണ്ടാവില്ല. ഒരാൾക്ക് സംശയം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഈ വിഷയം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്, അതിനെപ്പറ്റി പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഒരുപാട് പറയാനുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാറുണ്ട്, ഒരാൾക്ക് ഈ ദുനിയാവിലെല്ലാം അറിയാം, അള്ളാഹുവിനെ പറ്റി അറിയില്ലെങ്കിൽ അവനൊന്നും അറിയാത്തവൻ. എന്നാൽ ഒരാൾക്ക് അള്ളാഹുവിനെ പറ്റി അറിയാം, മറ്റൊന്നിനെ പറ്റി അറിയില്ലെങ്കിലും അയാളാണ് ഏറ്റവും വലിയ ജ്ഞാനി, അറിവുള്ളവൻ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാറുണ്ട്. അതേപോലെ തന്നെ തൗഹീദിന്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, നമുക്കറിയാം പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നമ്മളെക്കാൾ ഇബാദത്തുകൾ ചെയ്തിട്ടുള്ള, നമ്മളെക്കാൾ തൗഹീദുള്ള, ഈമാനുള്ള ആളുകൾ, അവരുടെ ശുപാർശ, അത് നബിമാരാണെങ്കിലും സ്വാലിഹീങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലും, അവരുടെ ആരുടെയെങ്കിലും ഒരു ശുപാർശ നമ്മുടെ വിഷയത്തിൽ കിട്ടി നരകത്തിൽ പോകേണ്ട നമ്മൾ ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ഇനി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവിടുത്തെ കാലാവധി കുറച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയാണെങ്കിൽ അവിടുത്തെ ദർജകൾ ഇനിയും വർദ്ധിപ്പിച്ച് കിട്ടണമെന്ന് ചിന്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മൾ ശ്രദ്ധിക്കണം, ഈ തൗഹീദ് ഉള്ള ഒരാൾക്കല്ലാതെ ഒരു ശുപാർശകന്റെ ശുപാർശയും ഒരു ഉപകാരം ഉണ്ടാക്കില്ല. എത്ര വലിയ സൃഷ്ടി, റബ്ബിന്റെ അടുക്കൽ എത്രയും ആദരിക്കപ്പെട്ട ഒരാൾ വന്ന് റബ്ബിന്റെ അടുക്കൽ ശുപാർശ പറഞ്ഞാലും ആരുടെ വിഷയത്തിലാണോ പറയുന്നത് അയാൾക്ക് തൗഹീദില്ലെങ്കിൽ ആ ശുപാർശയ്ക്ക് ഒരു വാല്യൂ ഇല്ല, അവൾ പരിഗണിക്കപ്പെടൂല. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ത്വരീഖത്തുകാരുണ്ട്. എന്താണ് ഖാദിരി, ചിശ്തി, സഹറവർദി, നക്ഷബന്ദി എന്നൊക്കെ പറഞ്ഞ് കുറെ ത്വരീഖത്തുകളുണ്ട്. ഈ ത്വരീഖത്തിലെ ആളുകൾ, അവരുടെയൊക്കെ വിശ്വാസത്തിലൊരു കോമൺ ഫാക്ടർ എന്താണെന്നറിയോ? മിക്ക ത്വരീഖത്തുകളിലും നമ്മൾ ഈ ത്വരീഖത്തിൽ കയറിക്കഴിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഷെയ്ഖ് നോക്കിക്കോളും. നമ്മൾ ഈ ത്വരീഖത്തിൽ നമ്മൾ മെമ്പറാണെങ്കിൽ പിന്നെ ഓക്കെയാണ്. ഷെയ്ഖ് നമ്മൾക്ക്
മെമ്പർഷിപ്പ് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫായി. നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു തെറ്റിദ്ധാരണ വെച്ച് പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ത്വരീഖത്തുകളിലേക്ക് ആളുകൾ കൂടുന്നത്. റബ്ബിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പല ആളുകളും ഇത്തരം ത്വരീഖത്തുകളിൽ പോയി മുരീദന്മാരായി ചേരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം ത്വരീഖത്തുകളിൽ ചേർന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തത് കൊണ്ടോ, നമ്മുടെ തറവാട്ട് മഹിമ കൊണ്ടോ, മറ്റെന്തൊരു കാര്യവും നമുക്ക് തൗഹീദ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഉപകരിക്കൂല. നിനക്കറിയില്ലേ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന റസൂലുമാരിൽ തന്നെ റബ്ബിന് ഏറ്റവും അധികം മറ്റുള്ളവർക്ക് മാതൃകയായി റബ്ബ് നിശ്ചയിച്ചു കൊടുത്ത 2 റസൂലുമാരാണ് ആര്? റബ്ബിന് 2 ഖലീലുമാരേ ഉള്ളൂ. ഒരുപാട് റസൂലുമാരുണ്ട്, ഒരുപാട് നബിമാരുണ്ട്. റബ്ബിന് 2 ഖലീലുമാരേ ഉള്ളൂ. ആരൊക്കെയാണത്? നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിപ്പോ ആദ്യം അത് പറയുന്നത്? പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ 2 ഖലീലുമാരുടെയും ഒരേപോലത്തെ 2 സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ ഉപ്പാന്റെ വിഷയത്തിൽ, ആസർ, അയാളുടെ വിഷയത്തിൽ അള്ളാഹുവിനോട് ശുപാർശ പറയാം. എന്താ പറയുന്നത്? റബ്ബേ, എൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ എന്നെ നീ ഖിയാമത്ത് നാളിൽ നാണം കെടുത്തുകയില്ല എന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ റബ്ബേ. എൻ്റെ ഉപ്പ നരകത്തിൽ പോകുന്നതിനേക്കാൾ വലിയ നാണക്കേട് എനിക്ക് വേറെന്താണുള്ളത് റബ്ബേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ശുപാർശ പറയും. അപ്പൊ ഈ ത്വരീഖത്തുകാരെ മെന്റാലിറ്റി വെച്ചിട്ട് എന്താ സംഭവിക്കാം? നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എന്താ സംഭവിക്കാം? അള്ളാഹുവിന് ഇത്രയും വേണ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം, ആ ഇബ്രാഹിം അലൈഹിസ്സലാം വന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇങ്ങനെ ഈ രൂപത്തിലാണ്, വളരെ അങ്ങേയറ്റത്തെ പരിതാപകരമായ അവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ട് പറയാം, നാണക്കേടിൻ്റെ വിഷയം, വളരെയധികം വിഷമത്തിൻ്റെ വിഷയം അവിടെ അവതരിപ്പിക്കുമ്പോൾ അള്ളാഹു പ്രതികരിക്കുന്ന എന്താ? ത്വരീഖത്തിലാണ് എങ്ങനെ പ്രതികരിക്കാം? എൻ്റെ അടിമയെ ഞാൻ വിഷമിപ്പിക്കുമോ? ഒരിക്കലുമില്ല. പോട്ടെ സ്വർഗത്തിലേക്ക്, അല്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹ് പറയുന്നത് എന്താ? തൗഹീദില്ലാത്തവന് സ്വർഗം ഹറാം, കയറ്റൂല. അത് ഇബ്രാഹിം നബിന്റെ വാപ്പാന്നല്ല, ആര് വന്നാലും, ആര് ശുപാർശയ്ക്ക് വന്നാലും കയറ്റൂല. അത് ഹറാമാണെന്ന് പറഞ്ഞാൽ ഹറാമ് തന്നെയാണ്. അവിടെ ഇന്നൊരാളുടെ മകൻ, ഇന്നൊരാളുടെ വാപ്പ, ഇയാളുടെ കുടുംബം, ഇത്രയും സമ്പത്തുള്ള ഒരാൾ, ഈ മുതലാളി, ആ രാജാവ്, ഇതൊന്നും അവിടെ വിഷയമല്ല. നിയമം എല്ലാവർക്കും ഒരേപോലെ തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ ചെയ്യുന്ന എന്താണെന്നറിയോ? ഇബ്രാഹിം നബിക്ക് പ്രയാസം വരാതിരിക്കാൻ, വിഷമം വരാതിരിക്കാൻ ഒരു കാര്യം ചെയ്യുക. എന്താണ്? നരകത്ത് പ്രവേശിപ്പിക്കാതിരിക്കല്ല ചെയ്യുക. ഈ ഇബ്രാഹിം നബിന്റെ ഉപ്പയാണ് എന്ന് ആളുകൾ മനസ്സിലാക്കിയാലേ നാണക്കേട് തോന്നുള്ളൂ. രൂപം മാറ്റി ഒരു ജീവിയുടെ രൂപത്തിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ആ ജീവനെ നരകത്തിലേക്ക് എറിയും. ആ സംഭവം ശിക്ഷ കിട്ടുന്ന അയാൾക്ക് തന്നെയാണ്, ഇബ്രാഹിം നബിന്റെ വാപ്പാക്ക് തന്നെയാണ്. പക്ഷെ നരകക്കാർ കാണുമ്പോൾ ഒരു ജീവിയുടെ രൂപത്തിലുണ്ടാവും. ഇബ്രാഹിം നബിന്റെ ഉപ്പയാണ് അവർക്ക് മനസ്സിലാവില്ല. അങ്ങനെ നരകത്തിലേക്ക് ആക്കി അയാൾ ശിക്ഷിക്കപ്പെടും. ഇതേപോലെ സിമിലർ ആയിട്ടുള്ള സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടക്കും എന്ന് നബി സല്ലല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാരുടെ വിഷയത്തിലാണ്? അബൂ താലിബിന്റെ വിഷയത്തിൽ. അത് ഉപ്പയല്ല, ഉപ്പാന്റെ സഹോദരനാണ്. പക്ഷെ ഉപ്പാനെ പോലെ തന്നെ ആയിരുന്നു. നിങ്ങൾക്കറിയാം, 8-ാം വയസ്സ് മുതൽ അബൂ താലിബ് തന്നെയാണ് ഉപ്പാന്റെ സ്ഥാനത്തുണ്ടായിരുന്നത്. എല്ലാ നിലയ്ക്കും, ഏത് നിലയ്ക്കും നോക്കുകയാണെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായതിനു ശേഷവും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്ന ആളുകളിൽ നിന്ന് വലിയൊരു സംരക്ഷണമായി തീർന്നത് അബൂ താലിബായിരുന്നു. അല്ലേ? നിങ്ങൾക്കറിയില്ലേ, അബൂ താലിബ് മരിച്ചു കഴിഞ്ഞിട്ടാണ് ഹിജറ പോകുന്നത്. അബൂ താലിബ് മരിക്കുന്നവരെ ഹിജറ പോയിട്ടില്ല. എന്തുകൊണ്ട്? കാരണം അബൂ താലിബിന്റെ മരണശേഷം പ്രയാസങ്ങൾ കടുത്തു, അവരുടെ ഉപദ്രവങ്ങൾ കനത്തു. അതുവരെ വാക്കുകൾ കൊണ്ടും ചെറിയ ചെറിയ ഉപദ്രവങ്ങൾ കൊണ്ടും ഒതുക്കി നിർത്തിയിരുന്ന ആളുകൾ ശക്തമായ അടിയിലേക്കും കൊലപാതകത്തിലേക്കും എത്തിയപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജറ ചെയ്യാൻ. അതൊക്കെ ആരുടെ കാരണത്താലാണ്? അബൂ താലിബ് കാരണത്താലാണ്.
അങ്ങനെ എല്ലാ നിലയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിച്ചു എന്ന കാരണത്താൽ എന്ത് സംഭവിച്ചു? നരകത്തിന്റെ താഴേക്ക് എത്തേണ്ടിയിരുന്ന ഒരാൾ മുകളിലേക്ക് എത്തി. അത്രമാത്രം. നരകത്തിൽ നിന്ന് പുറത്ത്, ശിർക്കോട് മരിച്ചു കഴിഞ്ഞ ഒരാൾ നരകത്തിൽ നിന്ന് പുറത്ത് കിടക്കൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിരോധിച്ചാൽ പോലും ഒരു സെക്കൻഡ് നരകത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ പറ്റുക? ആർക്കാ പറ്റുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാന്റെ സഹോദരന് പറ്റിയില്ലെങ്കിൽ പിന്നെ ഏത് കുടുംബക്കാരനെ പറ്റുക? അപ്പോൾ ഈ ഒരു അറിവ് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ ശുപാർശ പറയുന്ന ആളുകളിൽ നിന്ന് തൗഹീദുള്ളവരുടേതല്ലാത്ത ശുപാർശ സ്വീകരിക്കൂല, ഒരിക്കലും സ്വീകരിക്കൂല. അതുകൊണ്ട് തൗഹീദ് ഇല്ലാതെ വെറുതെ ശുപാർശ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും എന്തല്ല, അത് ദീൻ പഠിപ്പിച്ചു തന്ന മാനദണ്ഡമല്ല. അല്ലാഹു പറയുന്നു, വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ശൈഅ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർദ. അല്ലാഹു ചോദിക്കുകയാണ്, വകം മിൻ മലകിൻ ഫിസ് സമാവാത്, ആകാശങ്ങളിൽ എത്ര മലക്കുകളാണ് ഉള്ളത്? എന്താണ്? ലാ തുഗ്നി ശഫാഅതുഹും ശൈഅ, അവർ ശഫാഅത്ത് പറയുന്നുണ്ട്, മലക്കുകളാണ്. അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട അടിമകളാണ്. അള്ളാഹുവിന് ധാരാളം കണക്കിന് ഇബാദത്ത് ചെയ്ത വർഷങ്ങൾ കണക്കെ ഇബാദത്തുകൾ തന്നെ തുടരുന്ന സൃഷ്ടികളാണ്. അവർ അള്ളാഹുവിനോട് ശുപാർശ പറയുന്നുണ്ട്, പക്ഷെ ആ ശുപാർശ സ്വീകരിക്കപ്പെടുന്നില്ല, യാതൊരു ഉപകാരവും ചെയ്യുന്നില്ല. എപ്പോഴല്ലാതെ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർദ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ശുപാർശ പറയാൻ പെർമിഷൻ, അനുവാദം കൊടുക്കുന്നതുവരെ. അതേപോലെ വയർദ, അള്ളാഹു ആ വ്യക്തിയെ തൃപ്തിപ്പെടുന്നതുവരെ. റബ്ബ് ഒരാളെ തൃപ്തിപ്പെട്ടെങ്കിൽ ശുപാർശ കിട്ടും, ആ ശുപാർശ ഉപകാരപ്പെടും. റബ്ബ് തൃപ്തിപ്പെട്ടവനല്ലെങ്കിൽ ശുപാർശ കിട്ടൂല. ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ നമുക്കത് ഉപകാരപ്പെടൂല. ഇതെന്തിനാ പറയുന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റബ്ബിനെ സൃഷ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറ്റുന്ന വലിയൊരു അബദ്ധമാണ്. നിങ്ങൾക്ക് പണ്ടത്തെ രാജാക്കന്മാരുടെ ഭരണരീതികളൊക്കെ അറിയുമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഒരു രാജാവുണ്ടാവും, മനസ്സിലാക്കണേ, അയാൾ നല്ല സ്വാലിഹായ വ്യക്തിയായിരിക്കും. ഹറാമുകളൊന്നും നാട്ടിൽ നടക്കാൻ അനുവാദം കൊടുക്കാത്ത വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഭരണാധികാരി, ഒരു രാജാവ്. ശരിക്കും ശ്രദ്ധിക്കണേ. ഈ ഭരണാധികാരിക്ക് അയാളുടെ അടുക്കൽ ഒരാൾ ഒരു ഹറാമ് നടക്കാനുള്ള, ഒരു മോശപ്പെട്ട കാര്യം ചെയ്യാനുള്ള അനുവാദം ചോദിച്ച് കടന്നു വന്നാൽ അയാൾ എന്ത് ചെയ്യില്ല, അനുവാദം കൊടുക്കൂല. അതേസമയം ഈ ഭരണാധികാരിയുടെ ഏറ്റവും അടുത്ത ബന്ധു, ഉപ്പാന്റെ സഹോദരനോ അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരനോ അങ്ങനെ ആരെങ്കിലും ഏറ്റവും അടുത്തൊരു ബന്ധു, അത് ഇയാൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരിക്കും, പക്ഷെ ഇയാൾ മോശപ്പെട്ട ആളായിരിക്കും. ബന്ധു എന്നുള്ളത് വളരെ വൃത്തികെട്ട ഒരാളായിരിക്കും. ഹറാമുകൾ ചെയ്യാൻ കൂട്ടു നിൽക്കുന്ന, നാട്ടിൽ വൃത്തികേടുകൾ നടമാടാൻ യാതൊരു പ്രയാസമില്ലാത്ത ഒരാളായിരിക്കും. എന്താ സംഭവിക്കുക? ഇതൊക്കെ മിക്ക രാജഭരണങ്ങൾ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഇയാൾക്ക് ഈ ഹറാമ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നാട്ടിലിത് നടപ്പിൽ വരുത്തണം, കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. ഇയാൾ നേരെ രാജാവിൻ്റെ അടുക്കലേക്ക് പോകില്ല. എന്തു പറയും? നേരെ ഈ ബന്ധുവിൻ്റെ അടുക്കലേക്ക് പോകും. ബന്ധുവിന് എന്തെങ്കിലും സമ്പത്തൊക്കെ കൊടുത്ത് അയാളെ തൃപ്തിപ്പെടുത്തും. ഈ കാര്യം ഈ രാജാവിനെ ബോധ്യപ്പെടുത്താൻ കൽപ്പിക്കും. ഈ ബന്ധു രാജാവിൻ്റെ അടുക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആ രാജാവിന് കാരണം ഇതുപോലത്തെ കുറെ ബന്ധുക്കളുടെ പിൻബലത്താലായിരിക്കും ഇയാൾ ഭരണത്തിലേറിയിട്ടുണ്ടാവും. കുടുംബങ്ങളിൽ ആ കുടുംബാംഗങ്ങളുടെ പിൻബലത്തോടെ ആയിരിക്കും ഇയാൾ ഭരണത്തിലേറിയിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഭരണം നഷ്ടപ്പെടുന്നുള്ളത് കൊണ്ട് അയാൾ എന്ത് ചെയ്യും? അയാളെ വെറുപ്പിക്കൂല. അയാൾ പറഞ്ഞ കാര്യം ഇയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ചെയ്തു കൊടുക്കും. നമ്മൾ ശ്രദ്ധിക്കണം, ഇതേ കൺസെപ്റ്റാണ് പല ആളുകളും അള്ളാഹുവിനെ പറ്റി കണക്കാക്കിയിട്ടുള്ളത്, റബ്ബിൻ്റെ അടുക്കലുള്ള ശുപാർശയെ പറ്റി കണക്കാക്കിയിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, റിഫായിമാരിലും മറ്റുമൊക്കെ ഒരു മുരീദിൻ്റെ കുട്ടി മരിക്കുന്നു. കുട്ടി മരിച്ച സങ്കടത്തിൽ മുരീദ് ഷെയ്ഖിൻ്റെ അടുക്കൽ വന്ന് പരാതി പറയുന്നു. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞേ അങ്ങനെ സംഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഷെയ്ഖ് പോയിട്ട് മലക്കുൽ മൗത്തിനെ കാണുന്നു. എന്നിട്ട് ആ മുരീദിൻ്റെ റൂഹ് തിരിച്ചു കൊടുക്കാൻ, മുരീദിൻ്റെ കുട്ടിയുടെ റൂഹ് തിരിച്ചു കൊടുക്കാൻ പറയുന്നു. പറഞ്ഞ് കേൾക്കാതിരിക്കുമ്പോൾ മുഴുവൻ തട്ടിത്തെറിപ്പിക്കുന്നു.
അള്ളാഹ് അവസാനം പറഞ്ഞു, നിനക്ക് ആദ്യം ഒന്ന് ചോദിച്ചാൽ കൊടുത്താൽ പോരായിരുന്നോ എന്ന്. ഇത് ഈ ഒരു മെന്റാലിറ്റിയിലേക്ക് ആളുകൾ എത്തുന്നത് ഈ ഒരു കമ്പാരിസൺ വരുന്നതുകൊണ്ടാണ്. കാരണം ഇതൊക്കെ സാധാരണ രാജഭരണങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ രാജാതിരാജനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭൂമിയിലെ ഈ എന്താ പറയാ ചോട്ടാ രാജാക്കന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറ്റുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ. അപ്പൊ റബ്ബിനെ സംബന്ധിച്ചുള്ള അറിവ് അത് എല്ലാ വിഷയത്തിലും, ഓരോ കാര്യങ്ങളും, ഷഫാഅത്തിന്റെ വിഷയത്തിലാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സമയമായിട്ടുണ്ട്, ചുരുക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അത് മനസ്സിൻ്റെ സമാധാനക്കേടാണെങ്കിലും അല്ലെങ്കിൽ നിർഭയത്വമില്ലാത്തതാണെങ്കിലും അല്ലെ, ഒരുപാട് പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് മുസ്ലിമീങ്ങൾ എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യും, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ഭാവി എന്താവും, കുറച്ചു കാലം കഴിഞ്ഞ് എങ്ങനെ വരും, ആ നിയമം വരും, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവരവിടെ പോവും, ഇവർ ജയിലിൽ പോവും, ഇങ്ങനെ ആവും, കൊല്ലപ്പെടും. ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകൾ ഇതിന്റെ സൊല്യൂഷനായിട്ട് ചിന്തിക്കുന്ന എന്താ? നമ്മൾ എന്ത് ചെയ്യണം? സമരം നടത്തണം, നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പാർട്ടി രൂപീകരിക്കണം, നമ്മളൊക്കെ ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണം, നമ്മൾ ജയ് വിളിക്കണം, ഇൻഖിലാബ് സിന്ദാബാദ്. ഇതാണ് അതിന്റെ സൊല്യൂഷൻ. ഇതിലൂടെ അത് നിങ്ങൾക്ക് ഒരിക്കലും നിർഭയത്വത്തിലേക്ക് എത്താൻ കഴിയില്ല. ഇതിലൂടെ നിർഭയത്വത്തിലേക്ക് എത്തിയെന്ന് നിങ്ങൾ വിചാരിക്കാം, അതൊരിക്കലും നിലനിൽക്കൂല, ഒരിക്കലും നിലനിൽക്കൂല. അള്ളാഹ് പറഞ്ഞത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. തൗഹീദ് ഉണ്ടായിരിക്കുകയും ആ തൗഹീദിൽ ഷിർക്ക് കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ, ഒരു തരി പോലും ഷിർക്ക് ചെയ്യാത്ത മുവഹിദുകൾ മാത്രമേ ഇന്ന് മുസ്ലിമീങ്ങളായിട്ട് ഈ നാട്ടിലുള്ളൂ എങ്കിൽ അവർക്ക് ഒരു നിർഭയത്വം നഷ്ടപ്പെട്ടു പോലും. ഒരിക്കലും അവർക്ക് ആരെയും പേടിക്കേണ്ടി വരില്ല, അവർക്കൊരു പ്രയാസം നേരിടേണ്ടി വരില്ല. വളരെ സിമ്പിളാണ് സൊല്യൂഷൻ. പക്ഷെ ആ സിമ്പിളായ സൊല്യൂഷൻ പറയൂല, പറഞ്ഞാലിട്ട് ആളുകൾക്ക് മനസ്സിലാവില്ല, മനസ്സിലായവരിട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂല. എന്നാലും പറയും നമുക്ക് നിർഭയത്വമാണ്. റബ്ബ് പഠിപ്പിച്ചു തന്നതിലൂടെ അല്ലാതെ, ആ സൊല്യൂഷൻ അല്ലാതെ മറ്റുള്ള സൊല്യൂഷനുകൾ തേടിപ്പോകുന്ന ആളുകൾ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറരുത് ഒരിക്കലും. ഈ വിഷയത്തിൽ നിന്ന് ഏത് വിഷയത്തിലും അല്ലേ, വേറെ ചിലർ സമാധാനം കിട്ടുന്നില്ല, എന്നിട്ട് എന്ത് ചെയ്യും, കുറെ മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. ചില നോവലുകളൊക്കെ വലിയ കട്ടിയുള്ള നോവലുകളാണ്. ഖുർആൻ വായിച്ചിട്ട് അവൻ കഴിഞ്ഞ റമദാനിൽ തൊട്ട ഖുർആൻ ഇപ്പോഴും അവൻ്റെ വീട്ടിൽ പൊടി പിടിച്ച് മൂലക്ക് ഇരിക്കുന്നുണ്ടാവും. അവൻ ഇത്രയും കട്ടിയുള്ള പുസ്തകങ്ങൾ, ഏതൊക്കെയോ ആളുകൾ എഴുതിയ ഇംഗ്ലീഷിലെയും മറ്റൊക്കെയുള്ള പുസ്തകങ്ങൾ ഇരുന്ന് വായിക്കണം. എന്താണ്? മനസ്സിന് മോട്ടിവേഷൻ കിട്ടാൻ, മനസ്സിന് സമാധാനം കിട്ടാൻ. അള്ളാഹ് പറഞ്ഞില്ല, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. തൗഹീദ് കൊണ്ടാണ്, അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ശരിയായ അറിവ് കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് അതുകൊണ്ടേ കിട്ടുള്ളൂ. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായ ഇബ്നു അബ്ബാസിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ വാക്ക് നമ്മൾ മനസ്സിൽ അതിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കി കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മളെക്കാൾ നിർഭയത്വമുള്ള, നമ്മളെക്കാൾ സമാധാനമുള്ള, നമ്മളെക്കാൾ മോട്ടിവേഷനുള്ള വേറൊരാൾ ഈ ദുനിയാവിലുണ്ടാവും. എന്താണ് ആ വാക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്, ഈ അലം, മോനെ നീ അറിയണം, നീ അറിയണം. ലൗ അന്നൽ ഉമ്മത ഇജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഈ മുഴുവൻ ആളുകൾ, ഈ ദുനിയാവിലെല്ലാവരും ഒരുമിച്ച് ചേരുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിനക്കൊരു നന്മ എത്തിക്കാൻ, നിനക്കൊരു ഖൈർ എത്തിച്ചു തരാൻ. ഈ ദുനിയാവിലെല്ലാ ആളുകളും ഒന്നിച്ചു നിന്നാൽ പോലും റബ്ബ് നിനക്ക് കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ ഒരു തരി ഖൈർ അവർക്ക് നിനക്ക് എത്തിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ നേരെ തിരിച്ചും, ഈ പ്രപഞ്ചത്തിലെ എല്ലാ സകല സൃഷ്ടിജാലങ്ങളും നമ്മളെ പ്രയാസപ്പെടുത്താൻ, കൊന്നുകളയാനോ വേദനിപ്പിക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഒരു ഷർറിന് വേണ്ടി അവർ ഒന്നിച്ചു ചേരാൻ, ഒത്തുചേരാൻ, ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മളൊരു ഭാഗത്തും ഭൂമി മുഴുവൻ മറുഭാഗത്തും. അങ്ങനെ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ പോലും
അള്ളാഹു കണക്കാക്കിയതിനേക്കാൾ ഒരു തരി കൂടുതൽ ഷർറ് അവർക്ക് നിന്നെ ഏൽപ്പിക്കാൻ കഴിയില്ല. റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തി സുഹുഫ്, പേനകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്, ഇപ്പൊ എഴുതുന്നൊന്നുമില്ല, അതൊക്കെ മുമ്പേ എഴുതി കഴിഞ്ഞു. വജഫത്തി സുഹുഫ്, ഏടുകളിൽ എഴുതിയ മഷി അത് ഉണങ്ങിയും കഴിഞ്ഞു, ഇനിയൊന്നും മാറ്റമൊന്നുമില്ല, മാഞ്ഞു പോകുന്നില്ല, അത് ഉണങ്ങി അവിടെ പിടിച്ചു. നമുക്ക് കതറാക്കിയത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ കതറാക്കിയിട്ടുണ്ട്. അതല്ലാത്തൊരു കാര്യം നമുക്ക് സംഭവിക്കൂല. നിങ്ങൾ കേട്ട് അത്ഭുതപ്പെട്ടു. ഈ അടുത്ത കാലത്ത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ദഅവത്ത്, അത് തൗഹീദിന്റെ ദഅവത്ത് വ്യാപകമാവാൻ തുടങ്ങിയപ്പോൾ ഷിർക്കിന്റെ ഖുറാഫാത്തിന്റെ പ്രചാരകരായ നമ്മൾ ഓട്ടോമൻ എംപയർ എന്നൊക്കെ പറയുന്ന ഉസ്മാനി ഖിലാഫത്ത് എന്നൊക്കെ പറഞ്ഞ് ഓമന പേരിട്ട് വിളിക്കുന്ന ഷിർക്കിന്റെ വക്താക്കൾ അവരിതിനെതിരെ ആക്രമണം നടത്താൻ തുടങ്ങി. അവരെ കൊന്നുകളയാനും നാട് കടത്താനൊക്കെ ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവര് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഒരു പേരക്കുട്ടി, അദ്ദേഹം വളരെയധികം ബുദ്ധിശക്തിയുള്ള, അങ്ങേയറ്റം ഇൽമിന്റെ വിഷയങ്ങൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ വലിയൊരു ആലിമായി തീർന്നിട്ടുള്ള അദ്ദേഹം, ഒരു 40-50 വയസ്സായി കഴിഞ്ഞ ഒരു ഷെയ്ഖുൽ ഇസ്ലാമിന്റെ പദവിയിലേക്ക് എത്താൻ മാത്രം കഴിവുണ്ടായിരുന്ന ഒരു പേരക്കുട്ടി. ആ പേരക്കുട്ടിയാണെങ്കിൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മകന് അങ്ങേയറ്റം പ്രിയങ്കരനായ മകനാണ്. അപ്പോൾ മുഹമ്മദ് അബ്ദുൽ വഹാബ് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാലഘട്ടമല്ല, മകന്റെ കാലഘട്ടമാണ്. അപ്പൊ ഈ മകൻ ഏറ്റവും വേണ്ടപ്പെട്ട, ദീനീപരമായിട്ടും എല്ലാ നിലയ്ക്കും ഔപ്പാക്ക് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്ന ആ മകനെ കൊന്നുകളഞ്ഞിട്ട്, ഒരു കാരണമില്ലാതെ വെറുതെ കൊന്നുകളഞ്ഞിട്ട് ആ ഉപ്പാന്റെ മുന്നിൽ വന്നിട്ട് അവർ പറയുന്നൊരു വാക്കുണ്ട്. അവർ പറയുന്നത്, താങ്കൾക്ക് ഏറ്റവും പ്രിയങ്കരനായ, താങ്കൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട താങ്കളുടെ ഇന്ന മകനെ ഞങ്ങൾ കൊന്നുകളഞ്ഞിട്ടാണ്, ഞങ്ങൾ ആ ചോരയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ കൊന്നിട്ടില്ലെങ്കിൽ അവൻ മരിക്കുമായിരുന്നു. നിങ്ങൾ അവനെ കൊന്നിട്ടില്ലെങ്കിൽ അവൻ മരിക്കുമായിരുന്നു. റബ്ബ് അവനെ കണക്കാക്കിയ സമയം, അവധി അത് ഇതാണെങ്കിൽ അവൻ ആ സമയത്ത് മരിക്കും. അത് നിങ്ങൾ കൊന്നിട്ടില്ലെങ്കിൽ അവൻ മരിക്കും. ഈ ഒരു വിശ്വാസം, ഈ ഒരു തൗഹീദ് ഉണ്ടല്ലോ, അതുകൊണ്ട് കിട്ടുന്ന സമാധാനവും നിർഭയത്വം വേറൊന്നും കൊണ്ട് കിട്ടൂല, വേറൊന്നും കൊണ്ട് കിട്ടൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മനസ്സമാധാനമാണെങ്കിലും അല്ലെങ്കിൽ നിർഭയത്വമാണെങ്കിലും അല്ലെങ്കിൽ സ്വസ്ഥത, നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും അത് കിട്ടുക എന്നുള്ളത് തൗഹീദിന്റെ പൂർത്തീകരണത്തിലൂടെ മാത്രമാണ്, തൗഹീദ് കുറ്റമറ്റതാക്കുന്നതിലൂടെ മാത്രമാണ്. റബ്ബിലൂടെ അല്ലാതെ നമുക്കൊരു ഖൈറും വരാനില്ല. നമുക്കൊരു ഷർറ് വന്നാൽ തടുക്കാനും റബ്ബല്ലാതെ മറ്റാരുമില്ല എന്ന ബോധ്യത്തിലൂടെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഇന്നത്തെ കാലത്ത് ഒരുപാട് ഡിപ്രഷന്റെ കേസുകൾ ധാരാളം, ഈ കൺസൾട്ടേഷനൊക്കെ ചെയ്യുന്ന ആളുകൾ, സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ, അവർക്ക് ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന കേസുകൾ ഡിപ്രഷന്റെ കേസുകളാണ്. ഭയങ്കര വിഷമമാണ്, ഒരുപാട് വേവലാതികൾ. ഇതൊക്കെ ഈ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹ് പറഞ്ഞില്ലേ, ലികൈല തഹ്സനു അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. അള്ളാഹു ഇതൊക്കെ നിങ്ങൾക്ക് അറിയിച്ചിരുന്നത്, പഠിപ്പിച്ചിരുന്നത്, അതൊക്കെ എന്തിനു വേണ്ടി? നിങ്ങൾക്കൊരു കാര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ഇത് റബ്ബ് എനിക്ക് നേരത്തെ കണക്കാക്കിയതാണ്. ചിലര് കല്യാണം ശരിയാവാതായിക്കല്ലേ, ഒക്കെ ചെറുപ്പക്കാരാ, കുറെ കാലം പെണ്ണ് നോക്കുന്നത് ശരിയായിട്ടില്ല, ഡിപ്രഷനിലാണ്, പ്രശ്നത്തിലാണ്, കുറേ വിഷമം പറയും. പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, സാറേ ശരിയാവുന്നില്ല ഉസ്താദേ, ആരും പെണ്ണ് തരുന്നില്ല, നിറം കുറവാണ്, വരുമാനം കുറവാണ്, അല്ലെങ്കിൽ വീട് ദൂരെയാണ്, അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ആരും പെണ്ണ് തരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണം, അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ലികൈല തഹ്സനു അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അവരിങ്ങനെ കമ്പയർ ചെയ്യണം. എന്നെക്കാളും പ്രായം കുറഞ്ഞ അപ്പുറത്തെ വീട്ടിലത്തവന് കല്യാണം കഴിഞ്ഞു, എന്നെക്കാളും സമ്പത്തുള്ള ആ വീട്ടിലത്തവന് കല്യാണം കഴിഞ്ഞു, ഞാൻ 4-5 വർഷമായി കല്യാണം നോക്കുന്നു, അവന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കല്യാണം ആലോചിച്ചിട്ടില്ല, അപ്പോഴേക്കും അവൻ. ഇങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. റബ്ബ് കണക്കാക്കിയതേ കിട്ടുള്ളൂ, റബ്ബ് കണക്കാക്കിയതേ കിട്ടുകയുള്ളൂ. അല്ലെ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ലാ മാനി അലിമ അഅ്തൈത വലാ മുഅ്തി അലിമ മനഅ്ത.
അള്ളാഹുവെ നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് നൽകാനും ആരുമില്ല. ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഒരാളുടെ ഹൃദയം ഒരിക്കലും മറ്റാരിലേക്ക് തിരിയില്ല, ആരിലേക്കും തിരിയില്ല. അതേപോലെ തന്നെ അവസാനിപ്പിക്കണം. അവസാനത്തൊരു കാര്യം, അത് എന്നോടും കൂടിയിട്ടുള്ള നസീഹത്താണ്. നമ്മൾ ഒരുപാട് അമലുകളൊന്നും ചെയ്യുന്നില്ല, വളരെ കുറച്ചേ ഉള്ളൂ. പഠനമാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും ദഅവത്താണെങ്കിലും ഒക്കെ എല്ലാ വിഷയങ്ങളിലും വളരെ ശോഷിച്ച അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും. സ്വഹാബത്തിൻ്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ 7 അയലത്ത് പോലും നമ്മൾ എത്തുന്നില്ല. നമ്മുടെ അമലുകളൊക്കെ കുറച്ചാണ്. ഈ കുറച്ച് അമലുകൾ ഇതെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? നന്നാക്കാൻ നോക്കുക, പെർഫെക്റ്റ് ആക്കാൻ നോക്കുക, അത് റബ്ബിന് വേണ്ടി മാത്രമുള്ളതാക്കാൻ നോക്കുക. ഈ അമല് ചെയ്യുമ്പോൾ ആകെ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. അത് ചെയ്യുമ്പോഴും റബ്ബും കാണണം, നാട്ടുകാരും കാണണം. റബ്ബും അറിയണം, നാട്ടുകാരും അറിയണം. റബ്ബും തൃപ്തിപ്പെടണം, നാട്ടുകാർ. എന്തിനേ നാട്ടുകാർ തൃപ്തിപ്പെടുത്താൻ നിൽക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നൊരു വാക്കുണ്ട്, നമ്മൾ മനസ്സിൽ എപ്പോഴും കൊത്തിവെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരാൾ ജനങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടി, ഇടങ്ങാറാക്കാൻ വേണ്ടി പോയിട്ട് ഇടങ്ങാറാക്കല്ല. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവനാ ഹറാമാണെന്നുള്ളത് ചെയ്യാതിരിക്കുകയാണ്. താടി ഉമ്മ വെട്ടാൻ പറഞ്ഞു, വെട്ടൂല, അത് അള്ളാഹ് ഹറാമാക്കിയതാണ്. അപ്പൊ ഉമ്മാക്ക് വെറുപ്പാവണം മകനോട്. അങ്ങനെ ഓരോ വിഷയങ്ങളിലും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജനങ്ങളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അവനെ അള്ളാഹുവും തൃപ്തിപ്പെടും, ജനങ്ങളും തൃപ്തിപ്പെടും. എന്നാൽ ഒരാൾ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവും വെറുക്കും, ജനങ്ങളും വെറുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാക്ക്. ആരെ നമ്മളെന്തിനാ ആൾക്കാർക്ക് നമ്മൾ അതിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? റബ്ബ് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറഞ്ഞ അതേ റബ്ബ് തന്നെ എന്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? ലാ തഅത ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടികളെ എന്ത് ചെയ്യരുത്? സ്രഷ്ടാവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ അനുസരിക്കരുത്. ആരാണെങ്കിലും, അപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും ഏതൊരാളാണെങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരാളെ അനുസരിക്കരുത്. നമുക്ക് തൃപ്തിപ്പെടുത്താനുള്ള ബാധ്യത റബ്ബിന് മാത്രമാണ്. റബ്ബിനല്ലാതെ വേറെ ആരെങ്കിലും നമ്മൾ തൃപ്തിപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ അതൊട്ട് നമുക്ക് കഴിയൂല, അല്ലേ? ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ പല ആളുകളും മറ്റുള്ള മതസ്ഥരെ തൃപ്തിപ്പെടുത്താനുള്ള പണിയിലാണ്, പെടാപ്പാടിലാണ്, കഷ്ടപ്പെടുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നിട്ട് അവരെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ദീനിനെ ഇങ്ങനെ വളച്ച് തിരിച്ച് ഫ്ലെക്സിബിൾ ആക്കി. അള്ളാഹ് പറഞ്ഞത്, വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. ജൂത നസാറാക്കൾ നിന്നെപ്പറ്റി തൃപ്തിപ്പെടുകയില്ല, ഒരിക്കലുമില്ല. ഭാവി അറിയുന്ന റബ്ബ് പറയണം, ഒരിക്കലും അങ്ങനെ ഉണ്ടാവാനില്ല. ഏതുവരെ? ഹത്താ തത്തബിഅ മില്ലതഹും. നീ അവരുടെ മില്ലത്ത് പിന്തുടർന്ന്, നീ ജൂതനായാൽ തൃപ്തിപ്പെടും, നീ നസറാണിയായാൽ തൃപ്തിപ്പെടും. അതുവരെ തൃപ്തിപ്പെടൂല. നമ്മൾ വെറുതെ എന്തിനാ കഷ്ടപ്പെടുന്ന? എന്തിനാണ്? നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടി, റിസൾട്ട് ഇല്ലാത്തൊരു കാര്യത്തിന് എഫേർട്ട് എടുക്കുന്ന എന്തിനാണ്? അവർ തൃപ്തിപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ ഇടങ്ങാറാക്കാനൊന്നുമല്ല കേട്ടോ പറയുന്നത്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ തെറ്റിദ്ധരിക്കും. അവരോട് ചിരിക്കാൻ പാടില്ല, ഇടപഴകാൻ പാടില്ല, നല്ല രൂപത്തിൽ പെരുമാറാൻ പാടില്ല. ഇതൊന്നുമല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. നല്ല രൂപത്തിൽ തന്നെ ഇടപഴകണം. നമ്മുടെ പെരുമാറ്റം കണ്ടിട്ട് അവർക്ക് ഇസ്ലാമിലേക്ക് കയറി വരാൻ തോന്നണം. നമ്മളെ കണ്ടിട്ട് അവർ ഇസ്ലാമിൽ നിന്ന് ഓടിപ്പോരുത്. ആ രൂപത്തിൽ പെരുമാറരുത്. നല്ല രൂപത്തിൽ ഇടപഴകണം. പറ്റുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. ഫിത്ന ആവില്ലെങ്കിൽ, നമ്മുടെ നാട്ടിൽ അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് എന്താ പറയുക, സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ ക്ലിപ്പ് കട്ടുമുറിച്ച് പ്രചരിപ്പിച്ച് മീഡിയക്കൊക്കെ കൊടുത്ത് ഫിത്നാക്കി നടക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് സംസാരിക്കരുത്, അങ്ങനെയുള്ള വേദികൾ വെച്ച് സംസാരിക്കരുത്. അങ്ങനെ ആവാത്ത നമുക്ക് പേഴ്സണലായിട്ട് അറിയുന്ന നമ്മുടെ അയൽക്കാരനോ നാട്ടുകാരനോ ചെറുപ്പത്തിൽ പഠിച്ച കൂട്ടുകാരനോ ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് അടുത്തറിയുന്ന ആളുകളുണ്ടാവും. നല്ല സ്വഭാവമുള്ള, ഹക്ക് പറഞ്ഞാൽ സ്വീകരിക്കും തോന്നുന്ന ധാരാളം ആളുകളുണ്ടാവും. അവർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്ക്. നിങ്ങളെന്താണ് ഈ ആരെ പേടിക്കുന്നത്? തൗഹീദ് പറയാൻ എന്തിനാണ് ഈ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്? എന്തിനാ ഈ സ്റ്റേജ് ഫിയർ? തൗഹീദ് പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് ഒരു ആയത്തുണ്ട്. എന്താണ് ആയത്ത്? ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ
ഉലമാക്കൾ പറയുന്നൊരു വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, സമയമായി. അവർ പറയുന്ന വാക്ക് അന വമൻ ഇത്തബാനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും അദുഉ, ദഅവത്ത് ചെയ്യും. എന്നുവെച്ചാൽ ഒരാളുടെ ഈമാൻ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റുന്നവനാകുന്ന എപ്പം മാത്രം എന്നറിയോ? മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രം, മറ്റുള്ളവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ മാത്രമാണ്. മറ്റുള്ളവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുക, സ്വന്തം തൗഹീദ് മാത്രം നോക്കി നടക്കുന്ന ഒരാളുടെ തൗഹീദ് ഒരിക്കലും പെർഫെക്റ്റ് ആകൂല. ഈ ആയത്തിന് വിശദീകരണത്തിൽ ഉലമാക്കൾ പറയുന്നതായി കാണാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം പറഞ്ഞ പോലെ കിതാബ് തൗഹീദ് പഠിക്കുക. ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അടുത്ത ദൗറയ്ക്ക് വന്ന് ചോദിച്ചാലും ആരും കൈവെക്കൂല. കിതാബ് തൗഹീദ് പഠിച്ചവരുണ്ട്. ഇതിങ്ങനെ എത്ര കാലം തുടരും? നിങ്ങൾ ഇന്നലെ നാളെ മരിച്ചു. പെട്ടെന്ന് തന്നെ പഠിക്കുക, ജീവിതത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക, പരമാവധി മറ്റുള്ളവർക്ക് ദഅവത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഹീദിൻ്റെ അധ്യാപനങ്ങൾ പരമാവധി ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി മുന്നേറുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.